കോവിഡ് ആയവരിൽ 100 പേര് പുരുഷന്മാരാണ് എന്ന് പറയുന്നത് 300 അതിനാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെന്നല്ല. കാലിൽ പാടുള്ളവർ 85, പാടില്ലാത്തവർ എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരെ. 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് കാണുമ്പോൾ വലിയ ചോദ്യമാണെന്നൊക്കെ തോന്നും. പക്ഷെ വളരെ വില കണ്ടുപിടിച്ചു 100, 40. ഇസഡിന്റെ വില കണ്ടുപിടിച്ചു 200. എങ്ങനെയുണ്ട്? നിങ്ങളെ ഏവരെയും ട്രിക്ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് കാര്യമായി പഠിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. 100% നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുന്നു. ശതമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം. ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് പ്രത്യേകിച്ച് PSC 2 ഘട്ടമാക്കിയതിന് ശേഷം 2020 ശേഷം നാളിതുവരെ പ്രിലിംസ് പരീക്ഷകൾക്ക് അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ മെയിൻസ് പരീക്ഷകൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് വന്നിട്ടുണ്ടോ അത് മുഴുവൻ കൃത്യമായ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു മാറും. അപ്പോൾ കൃത്യമായും നിങ്ങളൊരു നോട്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. മുന്നോട്ടുള്ള പരീക്ഷയ്ക്ക് പ്രയോജനമായിരിക്കും. പിന്നെ എന്നും പറയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ ഈ ചാനൽ പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ അവർക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ 2025 എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കൃത്യമായ ഓർഡറിൽ ഓരോ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായ ഒരു ഓർഡറിൽ നമ്മൾ കൊടുത്തു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം എന്തെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ട്രിക്ടേണിന് ഒരു ടെലിഗ്രാം ചാനലുണ്ട്. മിക്കവാറും എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും അതിലുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യുക. എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ ഒരു ടെലിഗ്രാം ചാനലിലൂടെ കൊടുത്തു പോകുന്നുണ്ട്. ഓരോ ടോപ്പിക്ക് കഴിയും തോറും ആ ടോപ്പിക്കിൻ്റെ എക്സ്ട്രാ വർക്കൗട്ട് ചോദ്യങ്ങൾ ചെയ്യാനായിട്ടും അതിൻ്റെ ആൻസേഴ്സും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരവും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടെലിഗ്രാം ചാനലിലൂടെ നൽകി വരുന്നുണ്ട്. ട്രിക്ടേൺ എന്ന് തന്നെയാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ചാനൽ കാണാൻ പറ്റും. ആ ചാനൽ ജോയിൻ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ കൊടുക്കുന്നുണ്ട്, മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇനി ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ സമയം കളയാതെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട്. ഡിഗ്രി മെയിൻസ് SIയുടെ മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇൻ എ ക്ലാസ് ടെസ്റ്റ് 15 സ്റ്റുഡൻസ് ഗോട്ട് മോർ മാർക്ക് ദാൻ 50. അതായത് ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, അതിൽ 15 കുട്ടികൾക്ക് 50 മാർക്കിൽ കൂടുതൽ മാർക്ക് കിട്ടി. 23 ഗോട്ട് മാർക്ക് ലെസ് ദാൻ 50 ബട്ട് മോർ ദാൻ 10. 23 ആളുകൾക്ക് 50-ൽ താഴെ മാർക്കുണ്ട്, എന്ന 10-നേക്കാൾ കൂടുതലും മാർക്കുണ്ട്. അതായത് 10-നും 50-നും ഇടയിൽ, അതായത് 50-ലും താഴെയാണ് എന്നാൽ 10-നേക്കാൾ കൂടുതലുമാണ്. അപ്പോൾ 10-നും 50-നും ഇടയിൽ 23 പേർക്ക് കിട്ടി. ആൻഡ് ദ റിമൈനിങ് 12 സ്റ്റുഡൻസ് സ്കോർഡ് ലെസ് ദാൻ 10. ഇനി ഒരു 12 പേര് ബാക്കിയുണ്ട്. ആ 12 പേർക്ക് 10-ൽ താഴെയാണ് മാർക്ക്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹാവ് ഗോട്ട് മാർക്ക് ബിറ്റ്വീൻ 10 ആൻഡ് 50? അങ്ങനെയാണെങ്കിൽ 10-നും 50-നും ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ ശതമാനം എത്ര എന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായ ചോദ്യമാണ്, ഏറ്റവും സിമ്പിളായ ചോദ്യം. ആ ചോദ്യം നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കിക്കോണേ. 15 പിള്ളേർക്ക് 50-ൽ കൂടുതൽ മാർക്കുണ്ട്. അപ്പോൾ 50-ൽ കൂടുതൽ മാർക്ക് കിട്ടിയവരെ നമുക്ക് മനസ്സിലായി 15, 50-ൽ കൂടുതൽ. ഇനി 23 പിള്ളേർക്ക് 50-നും താഴെയാണ് എന്ന 10-നും മേളിലാണ്. ശരിക്കും പറഞ്ഞാൽ 10-നും 50-നും ഇടയിൽ മക്കളെ 23 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. സോറി. ഇനി 12 കുട്ടികൾക്ക് 10-ൽ താഴെയാണ്. അപ്പോൾ 10-ൽ താഴെ മാർക്ക് വാങ്ങിയവർ 12. നമുക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി, ഇവിടെ മുഴുവൻ
15ഉം 23ഉം 12 ചേർത്ത് 50 പേരാണ് ഈ ക്ലാസ്സിൽ മുഴുവനുള്ളത്. ആലോചിച്ച് നോക്ക്. കാര്യം 50ൽ കൂടുതൽ മാർക്ക് വാങ്ങിയവർ 15 പേരാണ്. 10നും 50നും ഇടയിൽ വാങ്ങിയവർ 23 പേരാണ്. ബാക്കി 12 പേരേ ഉള്ളൂ, അവർക്ക് 10ൽ താഴെയാണ്. അപ്പം മൊത്തം നമുക്ക് മനസ്സിലായി 15ഉം 23ഉം 12, മൊത്തം 50 പേരുണ്ട്. ആ 50 പേരിൽ നമുക്ക് വേണ്ടത്, നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക, 10നും 50നും ഇടയിൽ കിട്ടിയവരുടെ ശതമാനമാണ്. 10നും 50നും ഇടയിൽ കിട്ടിയവരുടെ എണ്ണം 23. ഇനി ആകെ എണ്ണം 50. അവരെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റാൻ ഇൻറ്റു 100. കാര്യം പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശതമാനം എന്നാണ്, 100ൽ എത്ര എന്നാണ്. അപ്പൊ പേഴ്സൻറ്റേജിലേക്ക് മാറ്റാൻ ഇൻറ്റു 100 സിമ്പിൾ പരിപാടി. ഒന്നുകൂടെ പറയുന്നു, 10നും 50നും ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ ശതമാനം കാണാൻ 10നും 50നും ഇടയിൽ മാർക്ക് കിട്ടിയവർ 23 ബൈ ആകെ എണ്ണം 50 ഇൻറ്റു 100. ഇത് വെട്ടിക്കളയുമ്പോൾ ഈ 0 പോയി. ഇനി 10ഉം 5ഉം നമുക്കെല്ലാവർക്കും അറിയാം 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 2 ആവും. 23 ഗുണം 2, നമ്മുടെ ഉത്തരം 46%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നമുക്ക് വേണ്ടത് 10നും 50നും ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ ശതമാനം. മക്കളെ, 10നും 50നും ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ ശതമാനം കാണാൻ അവർ 23, ടോട്ടൽ 50 ഇൻറ്റു 100 സെറ്റാണ്. ഇനി നിങ്ങളോട് ചോദിക്കുവാണ് 50ൽ കൂടുതൽ മാർക്ക് കിട്ടിയവരുടെ ശതമാനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? 50ൽ കൂടുതൽ മാർക്ക് വാങ്ങിയവർ 15 ബൈ ടോട്ടൽ 50 ഇൻറ്റു 100. ഇനി നിങ്ങളോട് ചോദിക്കുക 10ൽ താഴെ മാർക്ക് കിട്ടിയവരുടെ ശതമാനം. 10ൽ താഴെ മാർക്ക് കിട്ടിയത് 12 ബൈ ടോട്ടൽ 50 ഇൻറ്റു 100. കാര്യം പണ്ട് മുതലേ നമുക്ക് ശതമാനം കണ്ടുപിടിക്കാൻ അറിയാം. പണ്ട് നമ്മൾ ആദ്യം ശതമാനം കാണുന്നത് 30ലൊക്കെ പരീക്ഷ നടക്കുമ്പോൾ നമുക്ക് 7 മാർക്ക് കിട്ടും. അത് എത്ര ശതമാനമാണ് എന്ന് നമ്മൾ കാണും. എങ്ങനെ? 7 ബൈ ടോട്ടലായ 30 ഇൻറ്റു 100. 15ൽ 3 മാർക്ക് കിട്ടിയാൽ ശതമാനം എങ്ങനെ കാണും? 3 ബൈ 15 ടോട്ടൽ ഇൻറ്റു 100. ഇവിടെ 50ൽ 23 പേർക്ക്, അപ്പൊ 23 ബൈ ടോട്ടലായ 50 ഇൻറ്റു 100 സെറ്റാണ്. ഇനി ഇത് സിമ്പിൾ, നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന മെത്തേഡിൽ പറഞ്ഞേ ഉള്ളൂ. പല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ചിന്തിക്കുന്നത് ടോട്ടൽ 50 പേരാ. 50 എന്ന് പറയുന്നത് 100% 10നും 50നും ഇടയിൽ മാർക്ക് കിട്ടിയവർ 23 പേരാ. അത് എത്ര ശതമാനമാടാ എന്ന് ക്രോസ് ചെയ്താൽ ഉത്തരം കിട്ടും. പിന്നെ ഈ ചോദ്യം വളരെ സിമ്പിളാണ്. കാര്യം 50ൽ 23 പേർക്കാണ് 10നും 50നും ഇടയിൽ മാർക്ക്. ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ എത്രാന്നാ? 50ൽ 23 പേർക്കാണ്. 146 അല്ലേ? എല്ലാവർക്കും അറിയാം. ഈ ചോദ്യത്തിൽ ഇങ്ങനെ ചിന്തിക്കാം. എല്ലായ്പ്പോഴും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ വേ ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. 2023 ഡിഗ്രി മെയിൻസിന് വന്ന മറ്റൊരു ചോദ്യം. അമൽ സ്കോർഡ് 60% ഇൻ ആൻ എക്സാമിനേഷൻ. അമൽ എന്ന് പറയുന്ന ആൾക്ക് ഒരു പരീക്ഷയ്ക്ക് 60% മാർക്ക് കിട്ടി. ആൻഡ് ടിനു സ്കോർഡ് 66%. ടിനുവിന് 66% കിട്ടി. ദ ഡിഫറൻസ് ഓഫ് ദെയർ സ്കോർ ഈസ് 12. അവർ തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസം 12. ഹൗ മച്ച് സ്കോർ ഡിഡ് ടിനു ഗെറ്റ്? അങ്ങനെയാണ് ടിനുവിന് എത്ര കിട്ടി? വളരെ സിമ്പിളാണ്. ഇങ്ങോട്ട് നോക്കണം. അമലെന്ന് പറയുന്ന ആൾക്ക് 60% മാർക്കുണ്ട്. ഇനി ടിനു എന്ന് പറയുന്ന ആൾക്ക് 66% മാർക്കുണ്ട്. ഇനി ഇവർ തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസം 12 ആണെന്നാ പറയുന്നത്. ഇവർ തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസം 12 എന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള വ്യത്യാസം മക്കളെ 6%. കാര്യം അമലിന് 60%, ടിനുവിന് 66%. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 6%. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം 12 എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലായി
എടാ 6% 12. ഈ മോഡലിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ശതമാനം നമുക്ക് തരും, എന്നിട്ട് ഏതെങ്കിലും ഒരു ശതമാനം നമ്മളോട് കാണാൻ പറയും. ഇവിടെ നമ്മളോട് പറയുന്നു അമലിന്റെയും ടിനുവിന്റെയും വ്യത്യാസം 12. നമുക്ക് മനസ്സിലായി 6% 12. നമുക്ക് വേണ്ടത് ടിനുവിന്റെ മാർക്ക. ടിനുവിന് മക്കളെ 66%. അതെത്രാടാ എന്നല്ലയോ ചോദ്യം. 6% 12 ആണെങ്കിൽ 66% എത്ര എന്നല്ലേ ചോദിച്ചേക്കുന്നേ. ഈ സാധനം നേരെ എടുത്ത് ക്രോസ് ചെയ്താൽ ഉത്തരമാവും. എല്ലാ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 2 സൈഡിൽ ഒരാൾ കാണും, ഒരു സൈഡിൽ ഒരാൾ മിസ്സിങ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്ക്, ഈ സൈഡിൽ 2 പേരുണ്ട്, അത് ഗുണിക്കുക. 2 സൈഡിലുള്ളത് ഗുണിച്ചു 66 × 12. ഇനി ഒരു സൈഡിലുള്ള ആ ആൾ ആരാണോ അത് ഹരിക്കുക. 2 സൈഡിലുള്ളത് ഗുണിക്കുന്നു, ഒരു സൈഡിലുള്ളത് അങ്ങോട്ട് ഹരിക്കുന്നു. 6ഉം 12ഉം നമുക്ക് 6 കൊണ്ട് വെട്ടാം, അല്ലെ 6ഉം 66ഉം നമുക്ക് 6 കൊണ്ട് വെട്ടാം. 6ഉം 66ഉം നമ്മൾ 6 കൊണ്ട് ഹരിച്ചാൽ 6 66നെ 6 കൊണ്ട് ഹരിച്ചാൽ 11, അല്ലെ 12നെ ഹരിച്ചാലും അത് 2 ആവും. 11 × 12 നമ്മുടെ ഉത്തരം 132 ആണ്. ക്ലിയർ ആണ് അല്ലെ? 6ഉം 12 വെട്ടിയ 2 വരും. 66 × 2 132 എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഒന്നും കൂടെ വളരെ പെട്ടെന്ന് പിടിക്കുന്നു. ഈ ചോദ്യത്തിന്റെ മോഡലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ശതമാനം നമുക്ക് തരും, അത് നമ്മൾ എന്താന്ന് വെച്ച് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ശതമാനം നമ്മളോട് ചോദിക്കും. ഇവിടെ നോക്കുക, അമലിന് 60%, ടിനുവിന് 66%. അപ്പോഴേ നിങ്ങൾ നോക്കുക, 2 പേരുടെയും കൂടെ വ്യത്യാസം 12. 2 പേരുടെയും കൂടെ വ്യത്യാസം പിള്ളേരെ 6%. 6% 12. നമ്മളോട് ചോദിച്ചേക്കുന്നത് ടിനുവിന്റെ മാർക്ക്. ടിനുവിന്റെ മാർക്ക് മക്കളെ 66%. ഇനി അമലിന്റെ മാർക്ക് ചോദിച്ചാൽ 60% എന്ന് നമ്മൾ കണ്ടെത്തും. ഓക്കെ, അപ്പൊ 6% 12 ആണ്. 66% എത്ര? നേരെ ക്രോസ് ചെയ്യാം. 66 × 12/6. ഇത് വെട്ടിക്കളഞ്ഞാൽ 2 ആവും. 66 × 2 നമ്മുടെ ഉത്തരം 132. ഇനി അതല്ല, ഈ ചോദ്യം ഇങ്ങനെ വേണേലും ചിന്തിക്കാം കേട്ടോ. 6 12 ആവാൻ 2 കൊണ്ട്, കണ്ടോ, 6 × 2 ആണ് 12. ഇതേ 2 തന്നെ താഴെ ഗുണിച്ചു നോക്ക്, അപ്പ കാണാം അത്ഭുതം. 66 × 2 132 ആണ് സുഹൃത്തെ. 132. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. എങ്ങനെ വേണേ ചെയ്യാൻ നിങ്ങളുടെ സൗകര്യം. ഇനി ചില ആളുകൾ 6% 12 ആണ്, 1% 12/6 ആണ്. അതിനെ 66% ആക്കാൻ × 66 ഇങ്ങനെ ചെയ്താലും മതി. അതൊക്കെ നിങ്ങളുടെ സൗകര്യം. ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 2022 ഡിഗ്രി മെയിൻസിന് ചോദിച്ച മറ്റൊരു ചോദ്യം. 80% ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ ഓഫീസ് ആർ ഫീമെയിൽസ്. ഒരു ഓഫീസിലെ 80% ആളുകളും സ്ത്രീകളാണ്. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് ഈസ് 25. മെയിൽ എംപ്ലോയീസ് 25 ആണെങ്കിൽ ദ നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് ഈസ് ഡാഷ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഓഫീസിലെ 80% ആളുകളും ജോലിക്കാരും സ്ത്രീകളാണ്. ഇനി പുരുഷന്മാരുടെ എണ്ണം 25 ആയാൽ സ്ത്രീകളുടെ എണ്ണം എത്ര? നമ്മൾ സൈഡിലോട്ട് എഴുതുക. ഇത് ചിലർക്ക് പെട്ടെന്ന് കിട്ടും. പുരുഷന്മാർ 20 ആണ് എന്നെഴുതി ക്രോസ് ചെയ്താൽ മതി എന്ന്. എന്നാലും ഞാനൊന്ന് പെട്ടെന്ന് പറയാം. മക്കളെ, ഒരു കമ്പനിയിലെ മുഴുവൻ ജോലിക്കാരെന്ന് പറയുന്നത് 100%. ആ 100%ത്തിൽ 80% ഫീമെയിലാണ്. അപ്പൊ സ്വാഭാവികമായും 20% മെയിലാണ്. മൊത്തം 100%. അതിൽ 80% സ്ത്രീകളാണ്. പോയിട്ട് 20% പുരുഷന്മാരാണ്. ഓക്കെ, ഇനി ഞാൻ മുമ്പേ പറഞ്ഞ സാധനം ഒന്നുകൂടെ പറയുന്നു. ഏതേലും ഒന്ന് തരും, ഏതേലും ഒരു ശതമാനം തരും, ഏതേലും ഒരു ശതമാനം കാണേണ്ടി വരും. നമ്മളോട് ഇവിടെ പറയുന്നു മെയിൽ എംപ്ലോയീസ് 25 ആണ്. അപ്പം നമ്മൾ നോക്കി, എടാ മെയിൽ എംപ്ലോയി എന്ന് പറയുന്നത് 20%. 20%
25. ഇനി നമ്മളോട് ചിലപ്പോ മുഴുവൻ എംപ്ലോയിയെ ചോദിക്കാം. മുഴുവൻ എംപ്ലോയി 100%, അതെത്രാന്ന് എഴുതി ക്രോസ് ചെയ്യാം. നമ്മളോട് ചിലപ്പോ ഫീമെയിൽ എംപ്ലോയി ചോദിക്കാം, അത് 80%, അതെത്രാന്ന് എഴുതി ക്രോസ് ചെയ്യാം. നിങ്ങളുടെ സൗകര്യം. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫീമെയിൽ 80%, അതെത്രാടാവേ എന്നല്ലയോ ചോദ്യം. ആലോചിച്ചു നോക്ക്. 20% 25 ആണെങ്കിൽ 80% എത്ര? ക്രോസ് പറ. ഇവിടെ 2, 80 × 25 ഡിവൈഡഡ് ബൈ ഈ ഒരെണ്ണമുള്ളത് ഹരിച്ചു 20. ഇനി ഈ 0 ഇവിടെ പോയി. 8ഉം 2ഉം നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 1 2 2, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4. 4 × 5. നമ്മുടെ ഉത്തരം പക്ക സെറ്റാണ്, 100. മുമ്പോട്ട് പോവാം. അപ്പൊ ഫീമെയിൽ എംപ്ലോയിയുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും 100. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാം. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ, എന്നാലും ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. മുഴുവൻ എംപ്ലോയി 100%, അതിൽ ഫീമെയിൽ 80% എന്ന് ക്വസ്റ്റിനിൽ പറയുന്നു. സ്വാഭാവികമായും മെയിൽ 20%. ഇനി നമ്മളോട് പറയുന്നു മെയിൽ 25. നമ്മൾ നോക്കി, മെയിൽ എന്ന് പറയുന്നത് 20%. 20% 25. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫീമെയിൽ എംപ്ലോയി എത്ര? ഫീമെയിൽ എംപ്ലോയി 80%, അതെത്ര? അപ്പൊ ഈ ചോദ്യം സിമ്പിളായി ഇത്രയേ ഉള്ളൂ. 20% 25 ആണെങ്കിൽ 80% എത്രാടാ മോനെ? നേരെ ക്രോസ് ചെയ്തു. നമ്മുടെ ഉത്തരം 100ലേക്ക് വന്നു. ഓക്കെ ആണോ? ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല രീതിയിലും ചെയ്യാം. ചിലർ ചിന്തിക്കുക 20% 25 1% 25/20. അതിനെ 80% ആക്കാൻ × 80. ഒരു സ്റ്റെപ്പിൽ കിട്ടും. ഇനി വേറൊരു രീതിയിൽ ഒപ്പിക്കുക. എങ്ങോട്ട് നോക്കണേ? 20 25 ആകാനുള്ള മാന്ത്രിക വിദ്യകളൊന്നും നിങ്ങൾക്കില്ല. ചിന്തിക്കാം. 1 point something ആണ്. ഇനി പക്ഷേ ഇത് ഇങ്ങനെ ആലോചിക്കാം. 20 80 ആവാൻ 4 കൊണ്ട് ഗുണിക്കണം. കണ്ടോ? 20. അപ്പൊ അതേപോലെ ഇവിടെ ഒന്ന് ഗുണിച്ച് നോക്കി. 25 × 4 100. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഇത് നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു മെത്തേഡായിട്ട് പറയാത്തത്. പക്ഷേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും ഓക്കെയാണ്. ഇനി എന്നും പറഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞു ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും ഒന്നും ചെയ്ത് കളയരുത്. ഇതിപ്പോൾ 20 × 4 80. അപ്പോൾ സ്വാഭാവികമായിട്ട് 25 × 4 ഇങ്ങോട്ട് തന്നെ 100. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒന്നുകൂടെ പറയുന്നു, ഏതെങ്കിലും ഒരു ശതമാനം നമുക്ക് അങ്ങോട്ട് തരും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ശതമാനം നമ്മളോട് കാണാൻ അങ്ങോട്ട് ചോദിക്കും. നമ്മൾ അങ്ങ് ക്രോസ് ചെയ്യും. സിമ്പിളാണ്. അടുത്ത ചോദ്യം കുറച്ചുകൂടെ വലിയ ചോദ്യമാണ്. 2021 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 ചോദിച്ച ഒരു ചോദ്യമാണ്. നല്ലതായിട്ട് ശ്രദ്ധിക്കുക. ഇൻ എ വാർഡ് 25% ഓഫ് ദ പോപ്പുലേഷൻ ആർ അഫക്റ്റഡ് ബൈ COVID-19. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ വാർഡുണ്ട്. ആ ഹോസ്പിറ്റൽ വാർഡിൻ്റെ 25% ആളുകൾക്കും കോവിഡാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ വാർഡുണ്ട്. ആ ഹോസ്പിറ്റൽ വാർഡിലെ 25% ആളുകൾക്കും കോവിഡാണ്. ഔട്ട് ഓഫ് ദീസ് 100 ആർ മെയിൽ, 10 ട്രാൻസ്ജെൻഡേഴ്സ് ആൻഡ് അതർ ഫീമെയിൽ. ആ കോവിഡായ 25% ആളുകളിൽ 100 പേര് മെയിലാണ്, 110 പേര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ബാക്കിയുള്ളവർ ഫീമെയിലാണ്. അപ്പൊ 25% ആളുകൾക്ക് കോവിഡ് ഉണ്ട്. ആ കോവിഡ് ആയവരിൽ 100 പേര് പുരുഷന്മാരാണ്, 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അപ്പൊ തന്നെ 110 ബാക്കി നമുക്കറിയില്ല. ബാക്കിയുള്ളവരൊക്കെ സ്ത്രീകളാണ്. ഇനി അടുത്ത സാധനത്തിൽ വേണം നമ്മൾ പിടിച്ചു കയറാൻ. അവർ നമ്മളോട് ഒരു ഈഫ് ക്ലോസ് പറഞ്ഞേക്കുക. കണ്ടോ? ഒരു ഈഫ് ക്ലോസ് നമ്മളോട് തറപ്പിച്ചല്ല അവർ പറയുന്നത്. ഈഫ് ദ വാർഡ് കൺസിസ്റ്റ് ഓഫ് 300 ഫീമെയിൽ, ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ they constitute 50% of the total population. എങ്കിൽ അവർ 50% അവരുണ്ടെന്നല്ല പറയുന്നത്. 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ
അവർ 50% മനസ്സിലായോ? ദെൻ ഹൗ മെനി ഫീമെയിൽസ് ആർ അഫക്റ്റഡ്? അങ്ങനെയാണെങ്കിൽ എത്ര സ്ത്രീകൾക്ക് കോവിഡ് ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ചിലർ ഈ ചോദ്യം കാണുമ്പോഴേ കിളി പോയിരിക്കുമായിരിക്കും. ഒന്നുകൂടെ പറയുന്നു, ഒരു ഹോസ്പിറ്റലിൽ 25% ആളുകൾക്ക് കോവിഡാണ്. ആ കോവിഡായവരിൽ 100 പേര് പുരുഷന്മാരാണ്. ആ കോവിഡായവരിൽ 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ബാക്കിയുള്ളത് സ്ത്രീകളാണ്. ഇവിടെ ഒന്നും നമുക്കൊരു പെർസെൻറ്റേജിനെ കുറിച്ചില്ല. അടുത്തതിൽ വേണം നമ്മൾ പിടിച്ചു കയറാൻ. ആ പിടിച്ചു കയറുന്നത് നിങ്ങൾ ആലോചിക്കണം. നമ്മളോട് പറയാണ്, ഇഫ് ദ വാർഡ് കൺസിസ്റ്റ് ഓഫ് 300 ഫീമെയിൽ, ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ പറയുന്നുള്ളൂ, ഉണ്ടെന്ന് പറയുന്നില്ല. അത് 30%, സോറി 50%. അപ്പൊ അവിടുന്ന് തന്നെ നമ്മൾ പിടിച്ചു കയറിക്കോണം. 50% എന്ന് പറയുന്നത് 300 ഈ ചോദ്യത്തിൽ. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ സാധനം ഒന്നുകൂടെ പറയുന്നു. ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് നമുക്ക് തരും, അതിൽ നിന്ന് നിങ്ങൾ ബാക്കി പിടിച്ചോണം. നിങ്ങളോട് പറയാണ് 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ 50% അപ്പോഴേ നിങ്ങൾ എഴുതിക്കോണം 50% എന്ന് പറയുന്നത് 300. ഇനി ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കത്തില്ല പറയുന്നത്, അവിടെ 300 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നതിൽ 50% അവിടുന്ന് നമ്മൾ കയറും. 50% എന്ന് പറഞ്ഞാൽ 300. ഇനി ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത്, അവിടെ ഒരു 300 പുരുഷന്മാരുണ്ടായിരുന്ന 50% അവിടുന്ന് നമ്മൾ പിടിച്ചു കയറിക്കോണം. 50% എന്ന് പറഞ്ഞാൽ 300. അത് മര്യാദയ്ക്ക് വന്ന് ഇങ്ങനെ തൊടണം. അവർ ചുമ്മാ വളച്ചങ്ങ് തൊട്ടുന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളോട് ഒരാൾ പറയാ, ആ സ്കൂളിൽ ഒരു 800 ആമ്പിള്ളാരുണ്ടായിരുന്നെങ്കിൽ അത് 40% അവിടെ വെച്ച് നമ്മൾ ഉറപ്പിച്ചോണം 40% എന്ന് പറഞ്ഞാൽ 800. ആലോചിച്ചു നോക്ക്. ഇനി നിങ്ങളോട് ഒരാൾ പറയാ, ആ ഓഫീസിൽ ഒരു 15 സ്ത്രീകൾ ഉണ്ടായിരുന്നേ ആ ഓഫീസിന്റെ 60% അവിടെ വെച്ചാണ് നമ്മൾ ഉറപ്പിച്ചോണം 60% എന്ന് പറഞ്ഞാൽ 15 ഉണ്ടോ ഇല്ലയോ എന്നല്ല അവിടുത്തെ. ഇനി നിങ്ങളോട് ഒരാൾ പറയാ, ഹോസ്പിറ്റലിൽ 20 ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ 10% നിങ്ങൾ ഉറപ്പിച്ചോണം 10% എന്ന് പറഞ്ഞാൽ 20. മനസ്സിലായോ? അത് മര്യാദയ്ക്ക് വന്ന് തൊട്ടാ മതി. വളച്ചു തൊട്ടുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളോട് ഇവിടെ പറയുന്നു, ആ ഹോസ്പിറ്റലിൽ ഇഫ് ദ വാർഡ് കൺസിസ്റ്റ് ഓഫ് 300 ഫീമെയിൽ, ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ 50% അപ്പൊ ഉറപ്പിച്ചോണം 50% ആകണമെങ്കിൽ 300 ആവണം. അത് സ്ത്രീയോ പുരുഷനോ മൊത്തത്തിൽ 300 പേരുണ്ടെ 50. അപ്പൊ 50% എന്ന് പറയുന്നത് 300. ഓക്കെ. ഇനി പല രീതിയിൽ ചെയ്യാവേ. ചില ആളുകൾ ചിന്തിക്കും, 50% 300, അപ്പൊ ആ വാർഡ് എന്ന് പറയുന്നത് മുഴുവൻ 100% അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ 100ൽ 25% പേർക്ക് കോവിഡാണ്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നമുക്ക് കോവിഡ് ആയവരെയാ കണ്ടുപിടിക്കണ്ടേ. ആലോചിച്ച് നോക്ക്. 50% 300 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി കോവിഡ് ആയവർ 25%. എങ്ങനുണ്ട്? അപ്പൊ 50% 300 ആണെങ്കിൽ 25% എത്രയാണ് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കോവിഡ് ആയവരുടെ എണ്ണം എത്രന്ന്. അപ്പോ ഒന്നുകൂടെ, 25% ആളുകൾക്ക് കോവിഡാണ്. ആ കോവിഡായ 25% ആളുകളിൽ 100 പേര് മെയിലാണ്, 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ബാക്കിയുള്ളവർ സ്ത്രീകളാണ്. 110 പേര് ഇപ്പോൾ ആയി, ബാക്കിയുള്ളവരാണ് സ്ത്രീകൾ. ഇനി നമ്മളോട് പറയുന്നു, ഇഫ് ദ വാർഡ് കൺസിസ്റ്റ് ഓഫ് 300 ഫീമെയിൽ, ആ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ 50% ആവും. അപ്പൊ തന്നെ നമ്മൾ ഉറപ്പിച്ചോണം 300 സ്ത്രീകൾ ഉണ്ടായിരുന്ന 50%, അല്ലെ 300 പുരുഷനുണ്ടെ 50%, 300 ട്രാൻസ്ജെൻഡർ ഉണ്ടെ 50%. അപ്പോഴേ അവിടുന്ന് കയറണം. 50% എന്ന് പറയുന്നത് 300. അതിനാണ്. ഓക്കെ, 50% 300. നമുക്ക് കോവിഡ് ആയവരുടെ ഡേറ്റയാ വേണ്ടിയത്. കോവിഡ് ആയത് 25% പേർക്ക്. ആലോചിച്ചു നോക്ക്. അപ്പൊ 50% 300 ആണെങ്കിൽ 25% എത്രാടാ എന്ന് ക്രോസ് ചെയ്ത് നോക്കിയാൽ കോവിഡ് ആയവരെ നമുക്ക് കിട്ടും. ക്രോസ് ചെയ്യൂ. 25 × 300 2 ഡിവൈഡഡ് ബൈ 50. ഇത് പോയി.
30നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര വരും? 6 വരും. 25 × 6 150. നമുക്ക് മനസ്സിലായി കോവിഡ് ആയവ 25% പേരാണ്. അവർ 150 സുഹൃത്തുക്കളെ. ഓക്കെ ആണോ? ഇനി ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 50% 300. കോവിഡ് ആയവർ 25%. 50ന്റെ പകുതി 300ന്റെ പകുതി 150. ആലോചിച്ച് നോക്ക്. സിമ്പിൾ അല്ലേ? 300ന്റെ പകുതി 150. ആലോചിച്ചേ. ഇനി അതല്ല, ഇങ്ങനെ വേണേ ചിന്തിക്കാം. ഇവിടെ നോക്കൂ, 50ന്റെ പകുതിയായി ഇവിടെ വന്നേ. 50ന്റെ പകുതി. അപ്പൊ ഇവിടെ 300ന്റെ പകുതി 150. അല്ലെ 50 × 6 ആണ് 300. അപ്പൊ 25 × 6 ആണ് 150. എങ്ങനെ വേണേ നിങ്ങൾക്ക് ചിന്തിക്കാം. അത് നിങ്ങളുടെ സൗകര്യം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും നടക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി കോവിഡ് ആയവർ മൊത്തം 25% ആളുകളാണ്. അത് 150 എന്ന് മനസ്സിലായി. അപ്പൊ സുഹൃത്തുക്കളെ, കോവിഡ് ആയവർ 150. ആ വാർഡിൽ കോവിഡ് പിടിച്ചവർ 150 പേരാണ്. ആ ഹോസ്പിറ്റൽ വാർഡാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിരുന്നു, ഞാൻ ക്വസ്റ്റ്യൻ എഴുതാൻ വിട്ടുപോയതാ. ആ വാർഡിൽ കോവിഡ് പിടിച്ചവർ 150 പേരാണ്. ആ 150 പേരിൽ 100 പേര് മെയില്, 10 പേര് ട്രാൻസ്ജെൻഡർ. അപ്പൊ തന്നെ 110 ബാക്കി സ്ത്രീകളാ. അപ്പം മൊത്തം 150 നിന്ന് 110 പോയിട്ട് ബാക്കി 40 പേരാണ് കോവിഡ് ആയ സ്ത്രീകൾ. നമ്മുടെ ഉത്തരം 40. ഒന്നുകൂടെ വളരെ പെട്ടെന്ന് എൻ്റെ ഒപ്പം പിടിക്കൂ. ഒരു വാർഡിൽ 25% ആളുകൾക്ക് കോവിഡ് ഉണ്ട്. ആ കോവിഡ് ആയവരിൽ 10 പേര് 100 പേര് പുരുഷന്മാർ, 10 പേര് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പം തന്നെ 110. ബാക്കി എത്രയുണ്ടോ 25% മൊത്തം. ആ 25%ൽ 110 പേരെ കിട്ടി, മെയിലും ട്രാൻസ്ജെൻഡറുമാണ്. ബാക്കി എത്രയുണ്ടോ അത് ഫീമെയിലാണ്. ഇവിടെ വരെ നമുക്ക് ഇങ്ങനെ എഴുതാനുള്ള ഡേറ്റകളൊന്നും ആയിട്ടില്ല. ആലോചിച്ച് നോക്കൂ. ഇനി നമ്മളോട് പറയാണ്, ആ ഹോസ്പിറ്റൽ വാർഡിൽ 300 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നെങ്കിൽ അവർ 50% ആയേനെ. അവിടെ വെച്ച് നമ്മൾ പിടിച്ചു കയറിക്കോണം. 50% എന്ന് പറയുന്നത് മക്കളെ 300. നമുക്ക് കോവിഡ് ആയവരുടെ ഡേറ്റയാ വേണ്ടി. കോവിഡ് ആയവർ എൻ്റെ പൊന്നു പിള്ളാരെ 25%. അതെത്ര? 50% 300 25% എത്ര എന്ന് കാണാൻ നിങ്ങൾക്ക് ക്രോസ് ചെയ്ത് നോക്കാം. 25 × 300/50. അല്ലേ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 50 300 25 അതിൻ്റെ പകുതി 150. അപ്പൊ കോവിഡ് ആയവർ 150 പേരാണ്. മുഴുവൻ കോവിഡ് പിടിച്ചവർ 150 പേരാണ്. ആ 150ൽ 100 പുരുഷനും 10 ട്രാൻസ്ജെൻഡറും. അപ്പം 110. ആ ബാക്കിയുള്ളതാ സ്ത്രീകൾ. 150ൽ നിന്ന് 110 പോയിട്ട് 40 പേരാണ് സ്ത്രീകൾ വരിക. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. മുമ്പോട്ട് പോവാം. ഓക്കെ ആണോ? ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നുകൂടെ ചെയ്തു നോക്കണം, സെറ്റാക്കണം. അടുത്ത ചോദ്യം 2022 ഡിഗ്രി മെയിൻസിന് വന്ന മറ്റൊരു ചോദ്യം. 2 സ്റ്റുഡൻസ് അപ്പിയർഡ് അറ്റ് ആൻ എക്സാമിനേഷൻ. ഒരു എക്സാമിനേഷന് 2 കുട്ടികൾ അപ്പിയർ ചെയ്തു. വൺ ഓഫ് ദം സെക്യൂർഡ് 9 മാർക്ക് മോർ ദാൻ ദ അതർ. അതിലൊരുത്തന് മറ്റവനേക്കാളും 9 മാർക്ക് കൂടുതൽ കിട്ടി. ആൻഡ് ഹിസ് മാർക്ക് വാസ് 56% ഓഫ് ദി സം ഓഫ് ദെയർ മാർക്ക്. അങ്ങനെയാണെങ്കിൽ ആ 9 മാർക്ക് കൂടുതൽ കിട്ടിയവന്റെ മാർക്ക് അവരുടെ 2 പേരുടെയും ടോട്ടൽ മാർക്കിന്റെ 50%. സോറി, 56%. ദ മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ദം ആർ ഡാഷ്. എങ്കിൽ അവർ ഓരോരുത്തരുടെയും മാർക്ക് എത്ര? ചിലർക്ക് ഈ ചോദ്യം മനസ്സിലാകാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ നിർത്തി ഒന്നുകൂടെ പറയാം. 2 പേര് എക്സാമിന് പോയി. അതിലൊരുത്തന് മറ്റവനേക്കാളും 9 മാർക്ക് കൂടുതൽ കിട്ടി. 2 പേർ എക്സാമിന് പോയി. അതിലൊരുത്തന് മറ്റവനേക്കാളും 9 മാർക്ക് കൂടുതൽ കിട്ടി. ആ കൂടുതൽ കിട്ടിയവന്റെ മാർക്ക് എന്ന് പറയുന്നത് 2 പേരുടെയും കൂടെ മാർക്കിന്റെ സമ്മിന്റെ 56%. അതായത് 2 പേരുടെയും കൂടെ എത്ര മാർക്കുണ്ടോ അത് നോക്കിയാൽ അതിന്റെ 56% കൂടുതൽ കിട്ടുന്നവന്റെ മാർക്ക്. ഓക്കെ, 2 പേർക്കും കൂടി എത്ര ആണോ അതിന്റെ 56% കൂടുതൽ കിട്ടുന്നവന്റെ മാർക്ക്.
അങ്ങനെയാണ് ഓരോരുത്തരുടെ മാർക്ക് എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. 2 പേരുടെയും കൂടെ മാർക്ക് മുഴുവൻ നമ്മൾ അങ്ങ് എടുക്കാൻ പോവാണ്. 2 പേരുടെയും കൂടെ മാർക്ക് മുഴുവൻ 100%. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ 2 പേരുടെയും മാർക്കിന്റെ സമ്മിന്റെ 56% കൂടുതൽ കിട്ടിയവനെന്ന് പറയുന്നു. അപ്പൊ 2 പേരുടെയും കൂടെ മാർക്ക് 100% അതിൽ കൂടുതൽ കിട്ടിയവന് മക്കളെ 56% ആലോചിച്ചു നോക്കൂ. 2 പേരുടെയും മാർക്കിന്റെ സമ്മിന്റെ 56% കിട്ടിയെന്നാ പറയുന്നത്. അപ്പൊ 2 പേരുടെയും കൂടെ മാർക്ക് മൊത്തം 100% സമ്മെങ്കിൽ കൂടുതൽ കിട്ടിയവൻ 56. അപ്പൊ സ്വാഭാവികമായും 100-ൽ നിന്ന് 56 പോയിട്ട് കുറവ് കിട്ടിയവന് 44%. അപ്പൊ മുഴുവൻ മാർക്ക് 100%, അതിൽ കൂടുതൽ കിട്ടിയവന് 56%, കുറവ് കിട്ടിയവന് 44%. ഓക്കെ ആണോ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. മുമ്പേ ഞാൻ പറഞ്ഞ സാധനം ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഒരു ശതമാനം ഇവർ തരും, അത് നമ്മൾ പിടിക്കണം. വേറെ ഏതെങ്കിലും ഒരു ശതമാനം നമ്മളോട് ചോദിക്കും. നമ്മളോട് ഇവിടെ എന്താ പറയുന്നത്? കൂടുതൽ കിട്ടിയവന് മറ്റവനേക്കാളും 9 മാർക്കാണ് കൂടുതൽ കിട്ടിയത്. ആലോചിച്ച് നോക്കും. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എവിടെ നിങ്ങൾ കൂടുതലെന്നോ കുറവെന്നോ കണ്ടാലും അത് കണക്കിലായാലും ജീവിതത്തിലായാലും വ്യത്യാസമായിരിക്കും. നിങ്ങൾ എപ്പോഴാ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്? എടാ, അപ്പുറത്തെ വീട്ടിലെ മനുവിന് നിന്നേക്കാ 10 മാർക്ക് കൂടുതലാ. സിമ്പിളി ഇത്രയേ ഉള്ളൂ. എൻ്റെ മാർക്കും അവൻ്റെ മാർക്കും തമ്മിലുള്ള വ്യത്യാസം 10. പിന്നെ നമ്മൾ കേൾക്കും, അയാൾക്ക് നിന്നേക്കാ 2 വയസ്സ് കുറവാ എന്ന് പറഞ്ഞാൽ എൻ്റെ വയസ്സും നിന്റെ വയസ്സും തമ്മിലുള്ള വ്യത്യാസം 2. അപ്പൊ എവിടെ നിങ്ങൾ കൂടുതലെന്നോ കുറവെന്നോ കേട്ടാലും അത് കണക്കിലായാലും ജീവിതത്തിലായാലും ഉറപ്പിച്ചോളുക വ്യത്യാസം. അപ്പൊ ഇവിടെ കൂടുതൽ കിട്ടിയവന്റെ മാർക്കും കൂടുതൽ കിട്ടിയത്, ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് 1 ഓഫ് ദം സെക്യൂർഡ് 9 മാർക്ക് മോർ ദാൻ ദ അതർ. ഒരുത്തന് മറ്റവനേക്കാൾ 9 മാർക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ 2 പേരും തമ്മിലുള്ള വ്യത്യാസമാണ് 9. 2 പേരും തമ്മിലുള്ള വ്യത്യാസമാണ് 9. ഓക്കെ ആണ് എന്ന് കരുതുന്നു. 2 പേരും തമ്മിലുള്ള വ്യത്യാസമാണ് 9. ഓക്കെ ആണ്. അപ്പൊ 2 പേരും തമ്മിലുള്ള വ്യത്യാസം എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 11%. ആലോചിച്ചു നോക്കൂ. 12% 2 പേരും തമ്മിൽ. ഈ 12% മക്കളെ 9. ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. 2 പേരുടെയും കൂടെ മാർക്ക് 100% എന്നിരിക്കട്ടെ. അതിൽ കൂടുതൽ മാർക്ക് കിട്ടിയവന് 56% മാർക്ക് കിട്ടി. അപ്പൊ സ്വാഭാവികമായും കുറവ് മാർക്ക് കിട്ടിയവന് 44% കൂടുതൽ മാർക്ക് കിട്ടിയവൻ 56%, കുറവ് മാർക്ക് കിട്ടിയവന് 44%. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നു, കൂടിയ മാർക്കുള്ളവന് 9 മാർക്കാണ് കൂടുതൽ. ആലോചിച്ചു, 1 ഓഫ് ദം സെക്യൂർഡ് 9 മാർക്ക് മോർ ദാൻ ദ അതർ. അപ്പൊ കൂടുതൽ മാർക്ക് 9. ഈ കൂടുതലെന്നോ കുറവെന്നോ കേട്ടാലും ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 9. ശതമാനത്തിൽ വ്യത്യാസം എത്രയാന്ന് ചോദിച്ചാൽ 56-ും 44-ഉം തമ്മിലുള്ള വ്യത്യാസം 12%. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം 9 മാർക്കാണ്. ശതമാനത്തിൽ പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള വ്യത്യാസം 12%. ഇവര് തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസം 9. ഇവര് തമ്മിലുള്ള ശതമാന വ്യത്യാസം 12. അപ്പൊ നമുക്ക് മനസ്സിലായി 12% 9. അത് മര്യാദയ്ക്ക് പറയാതെ ഒന്ന് വളച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണ് കൂടുതൽ കിട്ടിയവന്റെ മാർക്ക് 56%. അതെത്രാണ് എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 56 × 9 ഡിവൈഡഡ് ബൈ 12. കാര്യം 2 എണ്ണം ഉള്ളത് ഗുണിച്ചു, 1 എണ്ണം ഉള്ളത് ഹരിച്ചു. ഇനി 56-ഉം 12-ഉം നമുക്ക് 4 കൊണ്ട് വെട്ടാം. 12-ഉം 9-ഉം നമുക്ക് 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടിയാൽ 12-നെ വെട്ടിയാൽ 4, ഇത് 3 ആവും. ഇനി 4-ഉം 56-ഉം നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. 4 കൊണ്ട് ഹരിച്ചാൽ ഈ സാധനം 14 ആവും. 14 × 3 42.
അപ്പൊ കൂടുതൽ കിട്ടിയവന്റെ മാർക്ക് 42 എന്ന് മനസ്സിലാവും. മറ്റവന്റെ മാർക്കിനി കണ്ടു നോക്കണ്ട. കാര്യം 42 ഉള്ള ഒരൊറ്റ ഓപ്ഷനെ ഓപ്ഷൻ്റെ അകത്തിലുള്ളൂ. ഇനി എന്ത് സംഭവിച്ചാലും ശരി ഓപ്ഷൻ സി ആയിരിക്കും ഉത്തരം. ഇനി രണ്ടാമത്തവന്റെ മാർക്ക് കാണാൻ 44% വേണേ, 12% 9 44% കണ്ടുപിടിക്കാം. പക്ഷെ വെറുതെ ചെയ്തുകൊണ്ടിരിക്കരുത്, സമയം കളയരുത്. ഇനി നമുക്കറിയാം കൂടുതൽ മാർക്ക് കിട്ടിയവന് 42. ഈ കൂടുതൽ മാർക്ക് കിട്ടിയവന് 9 മാർക്കാ കൂടുതലെന്ന് പറയുന്നുണ്ട്. അപ്പം മറ്റവന് ഇവനേക്കാളും 9 മാർക്ക് കുറവായിരിക്കും. കൂടുതൽ കിട്ടിയവന് 42. അപ്പൊ മറ്റവന് 9 മാർക്കാ കൂടുതൽ കിട്ടി. അപ്പൊ 9 മാർക്ക് കുറച്ച് 42 നിന്ന് 9 കുറച്ച് 33 എന്ന് വേണേ ചിന്തിക്കാം. ഓക്കെ, ഇതാദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതൊന്നുകൂടെ പറയാം. നന്നായിട്ട് മനസ്സിലായവർ ജസ്റ്റ് ഫോർവേഡ് അടിച്ച് മുന്നോട്ട് പോകട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു. 2 പേർ എക്സാം എഴുതാൻ പോയി. അതിലൊരുത്തനും മറ്റവനേക്കാൾ 56 മാർക്ക് കൂടുതൽ 9 മാർക്ക് കൂടുതൽ കിട്ടി. ഒരുത്തനും മറ്റവനേക്കാൾ 9 മാർക്ക് കൂടുതൽ കിട്ടി. അപ്പോഴേ ഉറപ്പിച്ചോണം ഇവർ തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസം 9. കൂടുതലെന്നോ കുറവെന്നോ കേട്ടാൽ ഉറപ്പിച്ചോളുക, വ്യത്യാസം 9. കൂടുതൽ കിട്ടിയവൻ 9 മാർക്ക് കൂടുതൽ കിട്ടി. ആൻഡ് ഹിസ് മാർക്ക് വാസ് 56% ഓഫ് ദി സം ഓഫ് ദെയർ മാർക്ക്. അവരുടെ മാർക്കിന്റെ 56% കൂടിയവന്റെ മാർക്ക്. അപ്പം നമ്മൾ മാർക്ക് ചെയ്തു, ഇത് 2 പേർ, ഇത് ഒന്നാമത്തവൻ, ഇത് രണ്ടാമത്തവൻ. ഓക്കെ, അവരുടെ 2 പേരുടെ മാർക്കിന്റെ സമ്മിന്റെ 56% കൂടിയവന് കിട്ടിയെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ 2 പേരുടെയും കൂടെ മാർക്കിന്റെ സം 100%. 2 പേരുടെയും കൂടെ മാർക്കിന്റെ തുക 100%. ആ 100%ത്തിൽ കൂടിയവന്റെ മാർക്ക് 56%. അപ്പൊ കുറഞ്ഞവന്റെ മാർക്ക് 100-56 പോയിട്ട് 44%. കൂടിയവന്റെ മാർക്ക് 100%, കുറഞ്ഞവന്റെ മാർക്ക് 44%. ഇവിടെ വരെ ഓക്കെ ആണോ? നമുക്കറിയാം ഇവരുടെ മാർക്കിന്റെ വ്യത്യാസം 9. കാര്യം കൂടിയവന് കിട്ടിയത് 9 മാർക്ക് കൂടുതലാണ്. ഒരുത്തൻ അവന് കിട്ടിയത് 9 മാർക്ക് കൂടുതലാണ്. ശതമാനത്തിൽ പറഞ്ഞാൽ ഇവൻ 56%, അവന് 44%. അപ്പൊ 12% ഇവരുടെ മാർക്കിന്റെ വ്യത്യാസം. കാര്യം 56 44 തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് മനസ്സിലായി 12% ഇവരുടെ മാർക്കിന്റെ വ്യത്യാസം. അപ്പോഴേ നമ്മൾ കണക്ട് ചെയ്തു, എടാ 12% 9. കാര്യം മാർക്കിന്റെ വ്യത്യാസം 9 നമുക്കറിയാം. ശതമാനത്തിൽ പറയുവാണെങ്കിൽ ഒരുത്തൻ 56%, മറ്റവന് 44%. ശതമാനത്തിൽ ഇവരുടെ വ്യത്യാസം 12%. അപ്പൊ മാർക്കിന്റെ വ്യത്യാസം ശതമാനത്തിൽ 12%, മാർക്കിന്റെ വ്യത്യാസം ഒറിജിനലി 9. അപ്പൊ ഇത് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലായി 9 മാർക്കിന്റെ വ്യത്യാസമുള്ളത്. അപ്പോൾ ശതമാനത്തിൽ പറഞ്ഞാൽ 12% 9. ഇനി നമുക്ക് 2 പേരുടെ മാർക്ക് കാണണം. നമ്മളപ്പോൾ മൊത്തം മാർക്ക് വേണേ, 2 പേരുടെ ടോട്ടൽ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ 100% നമ്മൾ കണ്ടെത്തിയേനെ. നമ്മൾ അതിലോട്ട് പോകുന്നില്ല. കൂടിയവന്റെ മാർക്ക് വേണം. കൂടിയവന് 56%. കുറഞ്ഞവന്റെ മാർക്കായിരുന്നെങ്കിൽ 44% നമ്മൾ കണ്ടുപിടിച്ചേനെ. അപ്പൊ 12% 9 ആണെങ്കിൽ 56% എത്ര എന്നങ്ങ് ക്രോസ് ചെയ്ത് നോക്കിയാൽ കൂടിയ മാർക്ക് കിട്ടിയ ഇവന്റെ മാർക്ക് കിട്ടും. 56 × 9 ഡിവൈഡഡ് ബൈ 12. ഇനി 9ഉം 12ഉം നമുക്ക് 3 കൊണ്ട് വെട്ടാം. 3 9, 4 12. 4ഉം 56ഉം നമുക്ക് 4 കൊണ്ട് വെട്ടിയാൽ ഇത് 14. കാര്യം ഒരു 4 4, 56നെ 4 കൊണ്ട് ഹരിച്ചാൽ 14. 14 × 4 3 42. അപ്പൊ കൂടിയവന്റെ മാർക്ക് 56% സുഹൃത്തെ. ആ 56% നമുക്ക് മനസ്സിലായി 42. ആർക്കാണോ കൂടുതൽ മാർക്ക് അത് 42. അപ്പൊ 42 ഉള്ള ഓപ്ഷനിൽ നോക്കണം. 42 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പൊ കൂടിയവന്റെ മാർക്ക് 42. നീ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, 42 ഉള്ള 2 പേരുണ്ട്, എന്തു ചെയ്യും? കൂടിയവന്റെ മാർക്കാടാ 42.
നമുക്കറിയാം കൂടുതലുള്ളവൻ 9 മാർക്കാ കൂടുതൽ. അപ്പൊ 42 ഉള്ളവൻ 9 മാർക്ക് കൂടുതലുണ്ട് മറ്റവനേക്കാ. അപ്പൊ കുറവുള്ളവന്റെ മാർക്ക് 42 9 കുറച്ച് 33. കാര്യം 9 മാർക്ക് കൂടുതലുണ്ട് അവന്. 42 അവന്റെ മാർക്ക്, ഇവന്റെ മാർക്ക് 9 മാർക്ക് കൂടുതലാ. അപ്പൊ കുറവുള്ളവന് 9 മാർക്ക് കുറവാ. 42 9 പുറകോട്ട് പോയിട്ട് 33. സോ നമ്മുടെ ഉത്തരം 42 and 33. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾ ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കണം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: എ സ്റ്റുഡന്റ് മൾട്ടിപ്ലൈഡ് എ നമ്പർ by 4/5 instead of 5/4. The percentage error is dash. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കുട്ടി ഒരു സംഖ്യയെ 4/5 കൊണ്ട് ഗുണിച്ചു. പക്ഷെ ശരിക്കും ഗുണിക്കേണ്ടത് 5/4 കൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ശതമാന പിശക് എത്ര? പെർസെൻറ്റേജ് എറർ എത്ര? പെർസെൻറ്റേജ് എററിന്റെ മലയാളം ശതമാന പിശക്. മക്കളെ, ഈ ഒരു ചോദ്യം കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല. പക്ഷേ ഇത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാവരും ഈ ഒരു സാധനം നിർബന്ധമായും ഒന്ന് പഠിച്ചു വെച്ചോളുക. വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ മക്കളെ, ഇത് ശരിക്കും നിങ്ങളോട് എപ്പോഴെങ്കിലും പെർസെൻറ്റേജ് എറർ കാണാൻ പറഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്: ഒറിജിനൽ വാല്യൂ മൈനസ് എറർ വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. ഒന്നുകൂടെ പറയുന്നു, പെർസെൻറ്റേജ് എറർ കാണാൻ പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ മൈനസ് എറർ വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. ഇവിടെ മക്കളെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 5/4 ആണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒറിജിനലി ആ കുട്ടിയോട് ഗുണിക്കാൻ പറഞ്ഞത് 5/4 ആണ്. ഇവിടെ അവൻ എററായിട്ട് ചെയ്ത് ഗുണിച്ചത് 4/5 ആണ്. ആലോചിച്ചു നോക്ക്. ഒറിജിനലി ഇവന് കിട്ടുക അല്ലെങ്കിൽ ഇവനോട് ഗുണിക്കാൻ പറഞ്ഞ വാല്യൂ 5/4 ആണ്. ഇവൻ എന്നാൽ തെറ്റായിട്ട് ഗുണിച്ച വാല്യൂ എന്ന് പറയുന്നത് 4/5 ആണ്. അപ്പൊ ഇവിടുത്തെ സ്റ്റെപ്പ് എങ്ങനെ വരും? 5/4 മൈനസ് 4/5 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 5/4 ഇൻറ്റു 100. ഇങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്ന നേരായ രീതി. പറ്റുന്നവർ ഒന്ന് പഠിച്ചു വെച്ചോളുക. ഒറിജിനൽ വാല്യൂ മൈനസ് എറർ വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. ഓക്കെ ആണ് എന്ന് കരുതുന്നു. സെറ്റാണ്. പിന്നെ ചില ആളുകൾക്കുണ്ട് ഈ ഒരു സാധനം ഈ സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനെ ഇതുമായിട്ട് തിരിച്ചിട്ട് ഗുണിച്ച് ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഒരു ചെറിയ കാൽക്കുലേഷൻ്റെ അകത്തൊക്കെ പ്രശ്നം വരുന്ന ആളുകളും ഉണ്ട്. 100%. ഇനി ഈ ഇക്വേഷൻ ഇല്ലാതെ ഇത് നമ്മുടെ ഈ ലോജിക്ക് പ്രകാരം എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഈ ലോജിക്ക് പ്രകാരം ഇത് 2 രീതിയിൽ ചെയ്യാം. ഒരു LCM എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം രണ്ടിൻ്റെയും. ഇനി അതല്ല എങ്കിൽ ഇതൊരു സിമ്പിൾ ലോജിക്ക്. മക്കളെ, ഈ പെർസെൻറ്റേജ് എറർ കാണാനുള്ള ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലായ്പ്പോഴും നിങ്ങളോട് പറയുന്നത് ഇവിടെ ഇന്നതുകൊണ്ട് ഗുണിക്കാനാ പറഞ്ഞത്, ഇന്നതുകൊണ്ട് ഗുണിച്ചു പോയി. ഒരു തെറ്റുണ്ട്. അവനതിപ്പോൾ ഒരു ഒറിജിനൽ വാല്യൂ ഉണ്ടാവും, ഒരു എറർ പിടിച്ച ഒരു വാല്യൂ ഉണ്ടാവും. അത് ഇന്നതുകൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു, ഇന്നതുകൊണ്ട് പറ്റിപ്പോയി, അല്ല ഇന്നതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞു, ഇന്നതേ ചെയ്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഒറിജിനൽ വാല്യൂ ആരാണോ അയാളെ നമ്മൾ 100% എന്ന് വിളിക്കും. ഇവിടെ ഒറിജിനലി ഗുണിക്കാൻ പറഞ്ഞ സംഖ്യ 5/4 അല്ലേ? ആ 5/4നെ നമ്മൾ 100% എന്ന് വിളിച്ചു. ഒറിജിനലി അവനോട് പറഞ്ഞത് 100%. ഇവിടെ അവൻ എടുത്ത സംഖ്യ 4/5 ആണ്. അതെത്ര ശതമാനമാണ് എന്ന് നമുക്കൊന്ന് കാണാം. അതെങ്ങനെ കാണാൻ പറ്റും? ഈ സാധനം നേരെ എടുത്ത് ക്രോസ് ചെയ്യാം. അപ്പോൾ ഒറിജിനലി എടുക്കേണ്ട സംഖ്യ 5/4 ആണ്. ആ 5/4നെ നമ്മൾ 100% എന്ന് വിളിച്ചു. ഇവിടെ എടുത്ത സംഖ്യ 4/5 ആണ്. അതെത്ര ശതമാനമാണ് എന്ന് നമുക്കൊന്ന് കാണാം. എന്ത് ചെയ്താൽ മതി? ഈ സാധനം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ സാധനം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ 2 പേര്. അപ്പൊ നമ്മൾ എഴുതും 4/5 ഇൻറ്റു 100. 2 പേരുള്ളത് ഗുണിച്ചു 4/5 ഇൻറ്റു 100.
ഇനി ശരിക്കും പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5/4 കൊണ്ട് ഹരിക്കാന്ന്. ആലോചിച്ച് നോക്ക്, 5/4 കൊണ്ട് ഹരിക്കുക. ഇനി നമ്മൾ പണ്ടേ അറിയാം, ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിനു പകരം ഇവരെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി എന്ന് പണ്ട് മുതലേ നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇപ്പൊ 5/4 ആണ് ശരിക്കും സ്റ്റെപ്പ്. ആ 5/4 തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, എപ്പോഴും ഇത് അടിയിൽ ഭിന്നസംഖ്യയാണ് എഴുതണ്ട. അപ്പൊ ശരിക്കും സ്റ്റെപ്പ് 5/4 കൊണ്ട് ഹരിക്കാനാണ്. 5/4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 5/4നെ തിരിച്ചിട്ട് അങ്ങോട്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഈ സ്റ്റെപ്പ് തന്നെ വീണ്ടും വരും, അതിലും നല്ല നമുക്ക്. അപ്പോൾ ശരിക്കും ക്രോസ് ചെയ്യുന്നത് എങ്ങനെ? 4/5 × 100 ഡിവൈഡഡ് ബൈ 5/4 ആണ് ഒരു ഭിന്നസംഖ്യയെ ഹരിക്കുന്നതിന് പകരം തിരിച്ചിട്ടങ്ങ് ഗുണിച്ചു, റെസിപ്രോക്കൽ കൊണ്ട്. കാര്യം ഹരിക്കുന്നതിന് പകരം ശരിക്കും അടുത്ത സ്റ്റെപ്പിൽ തിരിച്ചിട്ട് ഗുണിക്കണം, നമ്മളൊരൊറ്റ സ്റ്റെപ്പിൽ. അപ്പൊ 5/4 തിരിച്ചിട്ട് ഗുണിച്ചപ്പോ 4/5. ഇനി 5 100, 5 കൊണ്ട് വെട്ടിയാൽ ഇത് 20 ആവും. 20 5 5 കൊണ്ട് വെട്ടിയാൽ ഇത് 4 ആവും. അപ്പൊ 4 × 4 × 4 4 × 4 × 4 എന്ന് പറയുമ്പോ നമുക്ക് പറയാം 64. മക്കളെ, പണ്ട് വന്നൊരു ചോദ്യമായത് 64 ഓപ്ഷൻ്റെ അകത്ത് കിടപ്പുണ്ട്, എന്നെ അങ്ങ് എടുത്തോന്നും പറഞ്ഞുകൊണ്ട്. എടുക്കാനൊക്കെ തോന്നും, എടുക്കരുത്. അങ്ങനെ പറയാൻ കാര്യം, നമുക്കിവിടുത്തെ ശതമാന പിശകാണ് വേണ്ടത്. ആലോചിച്ചു നോക്ക്, നിങ്ങളോട് ഇവിടെ എടുക്കാൻ പറഞ്ഞ സംഖ്യ 100 ആണ്. നിങ്ങൾ ഇവിടെ എടുത്ത സംഖ്യ 64 ആണ്. ആലോചിച്ചു നോക്ക്, നിങ്ങളോട് ഇവിടെ എടുക്കാൻ പറഞ്ഞ സംഖ്യ 100%. നിങ്ങൾ ഇവിടെ എടുത്ത സംഖ്യ 64%. നിങ്ങളോട് 100 എടുക്കാൻ പറഞ്ഞപ്പോ നീ 64 എടുത്തുള്ളൂ. തെറ്റുപറ്റി. എത്രത്തോളം തെറ്റുപറ്റി? 100 ൽ 64 പോയിട്ട് നിന്റെ തെറ്റ് 36%. 36% സെറ്റാണ്. മുമ്പോട്ട് പോവാം. എങ്ങനുണ്ട്? കൊള്ളാമോ? അപ്പോ ചിലരെങ്കിലും ചിന്തിക്കും, സാർ 100 എന്നുള്ള വ്യത്യാസം എപ്പോഴും എടുക്കണോ? എടുക്കണം. കാര്യം നമ്മളോട് എടുക്കാൻ പറഞ്ഞ ഒറിജിനൽ സംഖ്യ എന്ന് പറയുന്നത് 100%. നമ്മൾ ഇവിടെ എടുത്തത് 64% എടുത്തുള്ളൂ. 100 എടുക്കാൻ പറഞ്ഞപ്പോ 64 എടുത്തുള്ളൂ. തെറ്റല്ലേടാ? തെറ്റാ. എത്ര തെറ്റാ? 100 ൽ 64 പോയിട്ട് 36 തെറ്റ്. ഇനി ചിലരെങ്കിലും ചിന്തിക്കും, സാർ നമുക്ക് 100 കൂടുതൽ വാല്യൂ കിട്ടിയാലോ? അപ്പോഴും നീ 100-ആയിട്ടുള്ള വ്യത്യാസം എടുക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു, 100 എടുക്കാൻ പറഞ്ഞു, 110 എടുത്തു. 100 എടുക്കാൻ പറഞ്ഞു, നിന്നോട് ആരെങ്കിലും 110 എടുക്കാൻ പറഞ്ഞോ? അപ്പോ നിന്റെ തെറ്റെത്ര? 100ഉം 110ഉം തമ്മിലുള്ള വ്യത്യാസം 10 തെറ്റ്. മനസ്സിലായോ? അപ്പൊ ഞാന് ഇതൊന്നുകൂടെ പറയും, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒന്ന് ട്രൈ ചെയ്യും. ഇവിടെ 4/5 ആണ് എടുത്തത്. എന്തിനു പകരം? 5/4 പകരം. അപ്പൊ ഒറിജിനലി എടുക്കാൻ പറഞ്ഞ 5/4നെ നമ്മൾ വിളിച്ചു 100%. നമ്മൾ എടുത്ത സംഖ്യ എന്ന് പറയുന്നത് പറ 4/5 ആണ്. അത് എത്ര ശതമാനമാണ് എന്ന് നമ്മൾ കണ്ടെത്തും. എങ്ങനെ കണ്ടെത്തും? ക്രോസ് ചെയ്യും. 4/5 × 100. ഇനി 5/4 കൊണ്ട് ഹരിക്കണം. ക്രോസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എങ്ങനെ? ഇത് രണ്ടുകൂടെ ഗുണിച്ചു. ഓക്കെ, ഇനി ഇത് ഹരിക്കണം. 5/4 ഇങ്ങനെ 5/4 കൊണ്ട് ഹരിക്കുന്നതിന് അടുത്ത സ്റ്റെപ്പിൽ തിരിച്ചിട്ട് ഗുണിക്കണം. അങ്ങനെയാണ്. അപ്പൊ 5/4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 5/4നെ തിരിച്ചിട്ട് അങ്ങോട്ട് ഗുണിച്ചു. 4/5. ശരിക്കും സ്റ്റെപ്പ് ഹരിക്കാന്നാണ്. എന്തായാലും അടുത്ത സ്റ്റെപ്പിൽ അത് തിരിച്ചിട്ട് ഗുണിച്ചു പോകും. 5 ഇതോടെ വെട്ടുമ്പോൾ 20. ഇത് ഇതോടെ വെട്ടുമ്പോൾ എത്രയാ പറ? 4. I 4 20. 4 16. 16 4 64. മക്കളെ, നിന്നോട് എടുക്കാൻ പറഞ്ഞ സംഖ്യ 5/4. നീ പറ 5/4 എന്ന് പറയുന്ന സാധനം 100%. നീ എടുത്ത സംഖ്യ 4/5 64 ഉള്ളൂ. 100 എടുക്കാൻ പറഞ്ഞ സ്ഥാനത്ത് നീ 64 എടുത്തുള്ളൂ. നിന്റെ തെറ്റാ. എത്ര തെറ്റ്? 100ൽ നിന്ന് 64 പോയിട്ട് നിന്റെ തെറ്റ് 36%. സെറ്റാണ്.
അപ്പോൾ ഇവിടുത്തെ പെർസെൻറ്റേജ് എറർ 36%. അപ്പോൾ ഒന്നുകിൽ ഈ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, പെർസെൻറ്റേജ് എറർ കാണാൻ ഒറിജിനൽ വാല്യൂ മൈനസ് എറർ വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. ഇനി അതല്ല എങ്കിൽ ഒറിജിനൽ നമ്മളോട് ഏത് സംഖ്യയാണോ എടുക്കാൻ പറയുന്നേ, അതിപ്പോ ഇന്നതൊന്നുമില്ല, ഏത് സംഖ്യയാണോ നിന്നോട് എടുക്കാൻ പറഞ്ഞേ അത് 100%. നീ എടുത്ത സംഖ്യ ഏതാണോ അത് എത്ര ശതമാനം എന്ന് ക്രോസ് ചെയ്ത് നോക്കുക. അപ്പൊ നിനക്ക് 100 എടുക്കാൻ പറഞ്ഞേ, അപ്പൊ നിനക്ക് എത്ര സംഖ്യ ഏതാന്ന് കിട്ടും. അപ്പൊ 100ഉം അതും തമ്മിലുള്ള വ്യത്യാസമാണ് പെർസെൻറ്റേജ് എറർ. നിങ്ങളെ 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 വന്ന ചോദ്യമാണ്. കാണുമ്പോൾ വലിയ ചോദ്യമാണെന്നൊക്കെ തോന്നും, പക്ഷെ വളരെ സിമ്പിളായി നമുക്ക് ഒന്ന് മനസ്സിലാക്കിയേ ചെയ്യാൻ പറ്റും. ആ ചോദ്യം ഞാനൊന്ന് പറയാം. എ മെമ്മോറിയൽ ട്രസ്റ്റ് ഡൊണേറ്റ്സ് റുപ്പീസ് 10 lakh ടു എ സ്കൂൾ. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് ഒരു സ്കൂളിന് 10 ലക്ഷം രൂപ സംഭാവന കൊടുത്തു. ദ ഇൻട്രസ്റ്റ് ഓൺ വിച്ച് ഈസ് ടു ബി യൂസ്ഡ് ഫോർ അവാർഡിംഗ് 3 scholarships to students obtaining first 3 positions in the school examination every year. മലയാളത്തിൽ പറഞ്ഞാൽ ഈ തുകയുടെ പലിശയാണ് ഈ സ്കൂളിലെ ആദ്യ 3 സ്ഥാനത്തെത്തുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കിയ ഒരു ചോദ്യം പറഞ്ഞാൽ, ഒരു ട്രസ്റ്റ് ഒരു സ്കൂളിന് 10 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തു. സ്കൂളുകാർ ഇത് ബാങ്കിലിട്ടു. ഈ കിട്ടുന്ന പലിശ, ഈ ബാങ്കിലിട്ട് കിട്ടുന്ന തുകയുടെ പലിശയാണ് ഈ സ്കൂളിൽ ആദ്യ 3 സ്ഥാനത്തെത്തുന്ന പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ സ്കൂളിൽ ആദ്യ 3 സ്ഥാനത്തെത്തുന്ന പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ സമ്മാനം കൊടുക്കാൻ ഈ തുകയുടെ പലിശയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി if the donation earns an interest of 12% per annum, ഈ ഡൊണേഷൻ അല്ലെങ്കിൽ ഈ 10 ലക്ഷം രൂപ 12% പലിശ ഒരു വർഷം നേടുന്നുണ്ട്. 12% പലിശ. And the values of the second and third scholarship are rupees 40,000 and 25,000 respectively. സെക്കൻഡിനും തേർഡിനുമുള്ള സ്കോളർഷിപ്പ് 40,000 25,000 രൂപയാണ്. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് സ്കോളർഷിപ്പ്. അങ്ങനെയാണ് ആദ്യ സ്കോളർഷിപ്പിന് അല്ലെങ്കിൽ ഫസ്റ്റിനുള്ള പ്രൈസ് എത്ര എന്നതാണ് ചോദ്യം. ഒന്നുകൂടെ നമ്മുടെ മലയാളത്തിൽ ഒന്നുകൂടെ പറയുവാണെങ്കിൽ, ഒരു സ്കൂളിന് ഒരു ട്രസ്റ്റ് ഡൊണേഷൻ കൊടുത്തു അല്ലെങ്കിൽ ഒരു സംഭാവന കൊടുത്തു 10 ലക്ഷം രൂപ. സ്കൂളുകാരിത് ബാങ്കിലിട്ടു. ഈ 10 ലക്ഷം രൂപയുടെ പലിശ എടുത്ത് ബാങ്കിലിട്ട് ആ 10 ലക്ഷം രൂപയുടെ പലിശ എടുത്ത് ആ സ്കൂളിൽ ആദ്യ 3 സ്ഥാനത്തെത്തുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നു. സ്കോളർഷിപ്പ് സമ്മാനം കൊടുക്കുന്നു. ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് സമ്മാനം കൊടുക്കുന്നു ഈ പലിശ വെച്ചിട്ട്. ഈ തുക 12% പലിശ ഒരു വർഷം നേടുന്നു. ഒരു വർഷം 10 ലക്ഷം രൂപയ്ക്ക് 12% പലിശ കിട്ടും. സെക്കൻഡിന്റെ പ്രൈസ് 40,000 തേർഡിന്റെ പ്രൈസ് 25,000. അങ്ങനെയാണ് ഫസ്റ്റിന്റെ പ്രൈസ് എത്ര. ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു വെള്ളി വെളിച്ചം വീണിട്ടുണ്ട്, ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഉറപ്പ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, 10 ലക്ഷം രൂപയുടെ 1, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷം രൂപയുടെ പലിശയാണ് സമ്മാനം കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് 12% പലിശ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം 10 ലക്ഷം രൂപയുടെ പലിശ കണ്ടെത്തണം. 10 ലക്ഷത്തിന്റെ 12%. 10 ലക്ഷം ഇൻറ്റു 12/100. 7% ആയിരുന്നെങ്കിൽ 7/100. 5% ആയിരുന്നെങ്കിൽ 5/100. അപ്പൊ 10 ലക്ഷത്തിന് 12% പലിശ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം 10 ലക്ഷത്തിന്റെ 12% നമ്മൾ കണ്ടെത്തുന്നു. 10 ലക്ഷം ഇൻറ്റു 12/100. ഇപ്പൊ നമുക്ക് മനസ്സിലായി, 1,20,000 രൂപയാണ് ഈ സ്കൂളിന് കിട്ടുന്ന പലിശ. ഈ 1,20,000 രൂപയാണ് ഈ സ്കൂളുകാർ സ്കോളർഷിപ്പ് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നത്. ഓക്കെ. ഈ 1,20,000 എന്നുള്ളത് നിങ്ങൾക്ക് പല രീതിയിൽ എത്താവേ. ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, 100% 10 ലക്ഷമാണ് പലിശ കിട്ടുന്നത്, 12% എത്രയെന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ഇനി അതല്ല, ഞാനാണെങ്കിൽ
ചിന്തിക്കത്ത് പോലും ഇല്ല, മൈൻഡിൽ നിന്ന് തന്നെ എഴുതും. 10,00,000-ന്റെ 12%. 10,00,000-ന്റെ 12% 12-ൽ 1,20,000 ആണ്. ഇനി അതല്ലെങ്കിൽ 10,00,000-ന്റെ 10% 10,000 ആണ്. 1% 1000 ആണ്. അല്ല സോറി, 10,00,000-ന്റെ 10% 1,00,000 ആണ്. 1% 10,000 ആണ്. 2% 20,000 ആണ്. പെർസെൻറ്റേജിന്റെ എളുപ്പവഴികളൊക്കെ നമ്മൾ പഠിച്ചവരാണ്. അങ്ങനെയൊക്കെ വേണേലും ചിന്തിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി, ഈ സ്കോളർഷിപ്പ് കിട്ടുന്ന കാശെന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. അല്ലെ, സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള പൈസ. ആ 1,20,000-ൽ 40,000 സെക്കൻഡിന്, 25,000 തേർഡിന്, അപ്പം തന്നെ 65,000 1,20,000-ൽ നിന്ന് 65,000 പോയിട്ട് ബാക്കിയുള്ളതാണ് ഫസ്റ്റിന്. അപ്പൊ ഫസ്റ്റിന് എത്രയാന്ന് ചോദിച്ചാൽ 1,20,000 മൈനസ് 65,000. നമ്മുടെ ഉത്തരം പക്ക ക്ലിയർ ആണ്, 55,000 ആണ്. 55,000 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. സെറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ചോദ്യം കണ്ടപ്പം നമ്മൾ വിചാരിച്ചില്ലേ വലിയ ചോദ്യമാണ്. ഒന്നുകൂടെ പറയുന്നു, 10 ലക്ഷം രൂപയുടെ പലിശ എടുത്തിട്ടാണ് ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും സമ്മാനം കൊടുക്കുന്നത്. പലിശ ഒരു വർഷം 12%. അപ്പൊ നമ്മൾ ആദ്യം 10 ലക്ഷം രൂപയുടെ 12% കണ്ടെത്തണം. സ്റ്റെപ്പ് എങ്ങനെ? 10 ലക്ഷം ഇൻറ്റു 12% ആയതുകൊണ്ട് 12/100. നമുക്ക് മനസ്സിലായി 1,20,000 അതിന്റെ പലിശ. അപ്പൊ ഉറപ്പിച്ചോളുക, സമ്മാനം കൊടുക്കാൻ കിട്ടുന്ന കാശെന്ന് പറയുന്നത് 1,20,000 ആ സമ്മാനത്തിൽ സെക്കൻഡിന്റെ പ്രൈസ് 40,000, ഫസ്റ്റിന്റെ പ്രൈസ് 25,000. അപ്പൊ തന്നെ 65,000 1,20,000-ൽ നിന്ന് 65,000 പോയിട്ട് ബാക്കി 55,000 ഫസ്റ്റിന്. ഓക്കെ ആണ്, സെറ്റാണ്. മുമ്പോട്ട് വാ. അടുത്ത ചോദ്യം. 2022 ഡിഗ്രി പ്രിലിംസിന് വന്ന ഡിഗ്രി മെയിൻസിന് വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന് വന്ന ചോദ്യമാണിത്. ലെറ്റ് 40% ഓഫ് എക്സ് ബി വൈ. എക്സിന്റെ 40% വൈ. ലെറ്റ് എക്സ് പ്ലസ് ബി 70% ഓഫ് ഇസഡ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇസഡിന്റെ 70%. കൊള്ളാമോ? ദെൻ വൈ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇസഡ്. അങ്ങനെയാണ് വൈ എന്ന് പറയുന്നത് ഇസഡിന്റെ എത്ര ശതമാനമാണ് എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ലെറ്റ് 40% ഓഫ് എക്സ് ബി വൈ. വൈ എന്ന് പറയുന്നത് എക്സിന്റെ 40%. ലെറ്റ് എക്സ് പ്ലസ് വൈ ബി 70% ഓഫ് ഇസഡ്. ഇസഡിന്റെ 70% എക്സ് പ്ലസ് വൈ. ദെൻ വൈ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇസഡ്. അങ്ങനെയാണ് വൈ എന്ന് പറയുന്നത് ഇസഡിന്റെ എത്ര ശതമാനമാണ്. പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ ഇങ്ങനെ എഴുതി വൈ ഇസഡിനെ തുല്യമാക്കുന്ന രീതിയിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതെനിക്ക് പെട്ടെന്ന് ചെയ്യാൻ തോന്നുന്ന ഒരു മെത്തേഡ് നമ്മളോട് ആദ്യം പറയുന്നു. നോക്കിക്കോണം. 40% ഓഫ് എക്സ് ബി വൈ. എക്സിന്റെ 40% വൈ. അപ്പൊ നമ്മൾ അങ്ങ് എഴുതും, എക്സ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് 40. 100-ന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക. 100 ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാൽക്കുലേഷൻ എളുപ്പമാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് അതിന്റെ 40. വൈ എന്ന് പറയുന്നത് അതിന്റെ 40. അപ്പോ എക്സിന്റെ വാല്യൂ നമുക്ക് 100 കിട്ടി, വൈയുടെ വാല്യൂ നമുക്ക് 40 കിട്ടി. ഇനിയും എക്സിന്റെ 60% വൈ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ 60 എഴുതിയേനെ. കാര്യം എക്സ് 100 ആണ്, വൈ അതിന്റെ 60% ഉള്ളൂ. 100-ന്റെ 60% എന്ന് പറഞ്ഞാൽ 60. ഇനി എക്സിന്റെ 10% വൈ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ വൈയുടെ നേരെ 10 എഴുതിയേനെ. ഓക്കെ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 100, വൈ എന്ന് പറയുന്നത് 40. അപ്പൊ ഇവിടെ വരെ ഒന്നുകൂടെ പറയുന്നത് 40% ഓഫ് എക്സ് ബി വൈ. വൈയുടെ എക്സിന്റെ 40% വൈ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു 100. അപ്പൊ വൈ എന്ന് പറയുന്നത്
നമ്മൾ കൊടുത്തു 40. കാര്യം എക്സിന്റെ 40% ഉള്ളൂ വൈ. 100ന്റെ 40%, അതായത് 40 ഉള്ളൂ വൈ. ഓക്കെ. ഇനി ലെറ്റ് എക്സ് പ്ലസ് വൈ ബി 70% ഓഫ് ഇസഡ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇസഡിന്റെ 70%. നിങ്ങൾക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 140 അല്ലേ? അപ്പൊ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, അതെങ്ങനെയാടാ, എടാ എക്സ് 100, എടാ വൈ 40, അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 140. അപ്പൊ ഇസഡിന്റെ 70% 140 ആണേ. എക്സ് പ്ലസ് വൈ ബി 70% ഓഫ് ഇസഡ്, അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 140 എന്ന് പറയുന്നത് ഇസഡിന്റെ 70%. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതാൻ പോവാ. നോക്കിക്കോണം, ഇസഡിന്റെ 70% എന്ന് പറയുന്നത് 140. ഡൗട്ട് ഉണ്ടോ? ഇസഡ് ഇൻറ്റു 70/100 ഈക്വൽ ടു 140. അങ്ങനെയാണ് ഇസഡിന്റെ വില കാണാൻ. ഇവന്മാരെ അപ്പുറത്തോട്ട് വിട്ടാൽ പോരെ? ഈ സൈഡിൽ 140 ഉണ്ട്. 70/100 അപ്പുറത്ത് പോകുമ്പോൾ 100/70 ആവും. കാര്യം ഒരു സമചിഹ്നത്തിനപ്പുറത്തേക്ക് പ്ലസ് പോയാൽ മൈനസ് ആവും, മൈനസ് പോയാൽ പ്ലസ് ആവും, ഇൻറ്റു പോയാൽ ഡിവിഷൻ ആവും, ഡിവിഷൻ പോയാൽ ഇൻറ്റു ആവും. ഒരു ഭിന്നസംഖ്യയാണ് പോകുന്നതെങ്കിൽ താഴെയുള്ളത് മേളിലും മേളിലുള്ളത് താഴെയും വരും. ഓക്കെ. അപ്പൊ 70/100 അപ്പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ 7/10 ആക്കിയിട്ട് വിടാം. ഞാൻ പിന്നെ ഒരുമിച്ച് അങ്ങ് വെട്ടാൻ വേണ്ടി വെച്ചിരിക്കുക. 100/70 ആവും. ഈ 0 ഇവിടെ പോവും. അല്ലെ നിങ്ങൾക്ക് അപ്പുറത്ത് വേണമല്ലോ വേണ്ട. 7 2 14 20. 20 ഗുണം 100 200. അപ്പോ ഇസഡിന്റെ വില മക്കളെ നമുക്ക് കിട്ടും 200. ഓക്കെ ആണോ? അപ്പൊ ഇവര് പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിച്ചു 100, വൈയുടെ വില കണ്ടുപിടിച്ചു 40, ഇസഡിന്റെ വില കണ്ടുപിടിച്ചു 200. എങ്ങനുണ്ട്? അപ്പൊ ഇവിടെ വരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയും. ഓക്കെ. ലെറ്റ് 40% ഓഫ് എക്സ് ബി വൈ. എക്സിന്റെ 40% വൈ. ചോദ്യം ആ സെന്റൻസ് ഒന്നുകൂടെ പറയുന്നു. എക്സിന്റെ 40% വൈ. അപ്പൊ എക്സിനെ വെച്ചാ കമ്പയർ ചെയ്തേ. അപ്പൊ എക്സിനെ നമ്മൾ 100 എന്ന് വിളിക്കുന്നു. അപ്പൊ വൈ എന്ന് പറയുന്നത് അതിന്റെ 40% ആയതുകൊണ്ട് വൈ എന്ന് പറയുന്നത് 40. എക്സ് 100 ആണ്, വൈ 40. കാര്യം എക്സിന്റെ 40% ഉള്ളു വൈ. അപ്പൊ എക്സ് 100 എടുത്താൽ വൈ എന്ന് പറയുന്നത് 40. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 100 എന്നും വൈയുടെ വാല്യൂ നമുക്ക് 40 എന്നും നമ്മുടെ കയ്യിൽ സെറ്റാക്കി ഇരിപ്പുണ്ട്. ഓക്കെ. ഇനി എക്സ് പ്ലസ് വൈ ബി 70% ഓഫ് ഇസഡ്. എക്സ് പ്ലസ് വൈ, എക്സ് 100, വൈ 40. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 140. അപ്പൊ എക്സ് പ്ലസ് വൈ ബി 70% ഓഫ് ഇസഡ്. ഇസഡിന്റെ 70% എക്സ് പ്ലസ് വൈ. അതായത് ആ സെന്റൻസ് ഒന്നുകൂടെ പറയുന്നു. ഇസഡിന്റെ 70% എക്സ് പ്ലസ് വൈ. ഇസഡിന്റെ 70% എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 140. ഇസഡിന്റെ 70% 140. അപ്പൊ ഇസഡിന്റെ 70%, ഇസഡ് ഇൻറ്റു 70/100 ഈക്വൽ ടു 140. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അതായത് ഇസഡിന്റെ 70% 140 എന്ന് പറയുന്നതിന് പകരം ഇങ്ങനൊക്കെ വേണേ ആലോചിക്കാം. ഇസഡ് എന്ന് പറയുന്നത് 100% ആണെങ്കിൽ ഈ പറയുന്ന പോലെ അതിന്റെ 70% 140. ഇങ്ങനെ വേണേൽ ഇസഡിന്റെ 70%. അപ്പൊ ഇസഡ് 100% ആണെങ്കിൽ അതിന്റെ 70% 140. 70% 140 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രന്ന് ക്രോസ് ചെയ്യാം? 70 × 2 ആണ് 140. അപ്പൊ 100 × 2 200. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ആലോചിക്കാം. യാതൊരു തെറ്റുമില്ല. 100% ശരിയാണ്. ഇവര് പറഞ്ഞത് വെച്ചിട്ട് ഇസഡിന്റെ 70% 140. ഇസഡിന്റെ 70% എന്ന് പറഞ്ഞാൽ ഇസഡ് ഇൻറ്റു 70/100 ഈസ് ഈക്വൽ ടു 140. അപ്പോ ഇസഡിന്റെ വില കാണാൻ ഈ 70/100 അപ്പുറത്ത് പോകുന്നു. 140 ഇൻറ്റു 70/100 അപ്പുറത്ത് പോയി 100/70 ആയി സുഹൃത്തുക്കളെ. ഈ പൂജ്യവും ഈ പൂജ്യോടെ പോയി.
ഇനി 7 കാര്യം സമചിഹ്നത്തിനപ്പുറം 70/100 പോയാൽ തിരിഞ്ഞു വരും 100/7. 7 2 14. 2 ഗുണം 100 നമുക്ക് പറയാം 200 200 200. അപ്പോൾ ഇസഡിന്റെ വില നമുക്ക് മനസ്സിലായി 200. ഇസഡിന്റെ വില 200 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ മക്കളെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എക്സിന്റെ വാല്യൂ 100 ഉണ്ട്, വൈയുടെ വാല്യൂ 40 ഉണ്ട്, ഇസഡിന്റെ വാല്യൂ 200 ഉണ്ട് എന്ന് മനസ്സിലായി. എക്സിനെ നമ്മൾ 100 വൈയെ നമ്മൾ 40 ഇസഡിനെ നമ്മൾ 200 ഓക്കെ ആണോ? ദെൻ വൈ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇസഡ്. എങ്കിൽ ഇസഡിന്റെ എത്ര ശതമാനമാണ് വൈ? അതായത് ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൈ എത്ര? വൈ എന്ന് പറയുന്നത് 40. അത് ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇസഡ് അടിയിൽ 200. അതിനെ ശതമാനമാക്കാൻ ഇൻറ്റു 100. ഒന്നുകൂടെ പറയുന്നു, വൈ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇസഡ്. ഇസഡിന്റെ എത്ര ശതമാനമാണ് വൈ? വൈ എന്ന് പറയുന്നത് 40. ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ഇസഡ് അടിയിൽ 200 ഇൻറ്റു 100. കാര്യം നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഈ തുടക്കത്തിലെ ഞാൻ പറഞ്ഞ പണ്ട് മുതലേ നമ്മൾ എങ്ങനെ ശതമാനം കാണുന്നത്? നമുക്ക് 500-ൽ 30 മാർക്ക് കിട്ടി. ശതമാനമാക്കാൻ 500ന്റെ എത്ര ശതമാനമാണ്? 30. 30/500 ഇൻറ്റു 100. ഇനി 17ൽ നമുക്ക് 5 മാർക്ക് കിട്ടി. ശതമാനം എങ്ങനെ ആക്കുന്നേ? 17ന്റെ എത്ര ശതമാനമാണ്? 5. 17 അടിയിൽ വരും. 5/17 ഇൻറ്റു 100. ഇവിടെ എന്തോ ചോദിച്ചേക്കുന്നേ? വൈ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇസഡ്. ഇസഡിന്റെ എത്ര ശതമാനമാണ് വൈ? ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്യണം. ഇസഡ് അടിയിൽ 200. 40/200 ഇൻറ്റു 100. ഇത് പോയി 40നെ 2 കൊണ്ട് ഭാഗിച്ച് നമ്മുടെ ഉത്തരം 20%. ആരെ വെച്ചാണോ കമ്പയർ ചെയ്യാൻ പറയുന്നത് അത് മക്കളെ അടിയിൽ കൊടുത്തോണം. ഒരു മടിയും വിചാരിക്കരുത്. ഇസഡിന്റെ എത്ര ശതമാനമാണ് വൈ എന്നല്ലേ ചോദിച്ചേക്കുന്നേ? വൈ 40. ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇസഡ് അടിയിൽ 200 ഇൻറ്റു 100. ഇനി നിന്നോട് ചോദിക്കുക, ഇസഡിന്റെ എത്ര ശതമാനമാണ് എക്സ്? എക്സ് ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്യണം. എക്സ് 100. ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ഇസഡ് അടിയിൽ 200 ഇൻറ്റു 100. ഓക്കെ ആണോ? അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം ചേർത്ത് ഞാൻ ഒന്നുകൂടെ പറയും. കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം തോന്നും. ഒന്നുമില്ല. ലെറ്റ് 40% ഓഫ് എക്സ് ബി വൈ. എക്സിന്റെ 40% വൈ. നമുക്ക് മനസ്സിലായി എക്സിനെ വെച്ചാ കമ്പയർ ചെയ്ത്. അതുകൊണ്ട് എക്സിനെ നമ്മൾ 100 എന്ന് കൊടുത്താൽ വൈ എന്ന് പറയുന്നത് അതിന്റെ 40. വൈ എന്ന് പറയുന്നത് 40. എക്സിനെ നമ്മൾ 100 എന്ന് കൊടുത്താൽ വൈ എന്ന് പറയുന്നത് 40. കാര്യം എക്സിന്റെ 40% ഉള്ളൂ വൈ. എക്സ് 100, അതിന്റെ 40% ഉള്ളൂ വൈ. അപ്പൊ വൈ എന്ന് പറയുന്നത് 40 ഉള്ളൂ. ഓക്കെ. എക്സ് 100, വൈ 40%. അതുകൊണ്ട് 40. ഓക്കെ. എക്സ് പ്ലസ് വൈ ബി. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 100 40 140. 70% ഓഫ് ഇസഡ്. ഇസഡിന്റെ 70% എക്സ് പ്ലസ് വൈ. അപ്പൊ ഇസഡിന്റെ 70% എന്ന് പറഞ്ഞാൽ ഇസഡ് ഇൻറ്റു 70/100. ഇതാണ് ഇസഡിന്റെ 70%. ഇത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 140. അപ്പൊ 140 എന്ന് പറയുന്നത് ഇസഡിന്റെ 70%. അപ്പൊ ഇസഡ് കാണാൻ 140 ഇൻറ്റു 70/100 അവിടെ പോകുമ്പോൾ 100/70 ആവും. ഈ 0 ഇവിടെ പോയി. 14നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വരും. 2 ഗുണം 100 നമുക്ക് പറയാം 200. അപ്പൊ ഇസഡിന്റെ വാല്യൂ നമുക്ക് 200 എടുക്കാം. എക്സിന്റെ വാല്യൂ നമ്മൾ 100 എടുത്തു. അതിന്റെ 40% വൈ. അപ്പൊ വൈ എന്ന് പറയുന്ന 40 എടുത്തു. 100 എടുത്തു കഴിഞ്ഞാൽ 60% എന്ന് പറഞ്ഞാൽ 60 എടുക്കാം. 40% 40 എടുക്കാം. എക്സ് 100, വൈ 60. എക്സ് പ്ലസ് വൈ 140 എന്ന് പറയുന്ന ഇസഡിന്റെ 70%. അപ്പൊ ഇസഡിന്റെ വാല്യൂ 200 എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നു വൈ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇസഡ്. ഇസഡുമായി നോക്കുമ്പോൾ വൈ എത്ര ശതമാനമാണ്? വൈ എന്ന് പറയുന്നത് 40 മോളിൽ. ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് ഇസഡ് അടിയിൽ 200 ഇൻറ്റു 100. ഇത് പോയി 40നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മുടെ ഉത്തരം 20%. ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് 100,
വൈ എന്ന് പറയുന്നത് 40, ഇസഡ് എന്ന് പറയുന്നത് 200. ഇസഡിന്റെ എത്ര ശതമാനമാണ് വൈ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്യണം. അപ്പൊ വൈ കാണണം 40 ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് 200 × 100. ഇനി നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് എക്സ് ഇസഡിന്റെ എത്ര ശതമാനമാണ് എക്സ്. അപ്പൊ ഇസഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് എത്ര? അപ്പൊ നിങ്ങൾ എങ്ങനെ സ്റ്റെപ്പ് എഴുതും? 100 ഇസഡ് 200 × 100. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഉത്തരം 20% എന്ന് കിട്ടി. ഓക്കെയാണ്, സെറ്റാണ്, മുന്നോട്ട്. ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ചോദ്യം വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയും ചിന്തിക്കാം. ഇസഡ് 200 ആലോചിച്ച് നോക്ക്. അപ്പൊ വൈ എന്ന് പറയുന്നത് 40. 200-ൽ 40 വൈ ആണേ. അപ്പോ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് 100-ൽ എത്രാന്നല്ലേ? 200-ൽ ഇസഡ് 200 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് 40. 200-ൽ 40. അപ്പൊ 100-ൽ എത്ര ആയിരിക്കും? 20. ഇങ്ങനെ വേണമെങ്കിലും ഈ ചോദ്യം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാം. ഈ ചോദ്യത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ സാധനം നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കുറച്ചുകൂടെ വലിയ ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. 2022 ഡിഗ്രി പ്രിലിംസിന്റെ phase 1 ആണ് ഈ ചോദ്യം ഞാനൊന്ന് വായിക്കാം. ഇൻ എ സിറ്റി 80% ഓഫ് റെസിഡൻസ് ഹൗസ് കാർ ഓൺ 1 eye. അതായത് ഒരു സിറ്റിയിൽ 80% ആളുകൾക്ക് കണ്ണിൽ പാടുണ്ട്. 80% ഓൺ ആൻ ഇയർ. 80% ആളുകൾക്ക് ചെവിയിൽ പാടുണ്ട്. 75% ഓൺ ആം. 75% ആളുകൾക്ക് കയ്യിൽ പാടുണ്ട്. 85% ഓൺ ലെഗ്. 85% ആളുകൾക്ക് കാലിൽ പാടുണ്ട്. X% have a scar on all the forelimbs. X% ആളുകൾക്ക് ഈ 4 അവയവങ്ങളിലും പാടുണ്ട്. ദ മിനിമം വാല്യൂ ഓഫ് എക്സ് ഈസ് ഡാഷ്. എക്സിന്റെ മിനിമം വാല്യൂ എത്ര എന്നതാണ് ചോദ്യം. അതായത് നമ്മളോട് പറയുന്നു 80% ആളുകൾക്ക് കണ്ണിൽ പാടുണ്ട്, 80% ആളുകൾക്ക് ചെവിയിൽ പാടുണ്ട്, 75% ആളുകൾക്ക് കയ്യിൽ പാടുണ്ട്, 85% ആളുകൾക്ക് കാലിൽ പാടുണ്ട്. X% ആളുകൾക്ക് 4-ലും പാടുണ്ട്. ഈ എക്സിന്റെ മിനിമം വാല്യൂ, അതായത് 4-ലും പാടുള്ളവരുടെ ഏറ്റവും കുറഞ്ഞ വാല്യൂ എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, ഈ ഒരു ചോദ്യം NCERT ടെക്സ്റ്റിലുള്ളതാണ്. ഈ ഒരു ചോദ്യം നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ ചോദിക്കാൻ പറ്റൂ. ഏറ്റവും കുറഞ്ഞ വാല്യൂ എത്ര എന്ന് മാത്രമേ ചോദിക്കാൻ പറ്റൂ. ആക്ച്വലി 4-ലും പാടുള്ളവരുടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? 4-ലും പാടുള്ളവരായ എക്സ്. എക്സ് എന്ന് പറയുന്നത് ഓൾ ദ 4 limbs, 4-ലും പാടുള്ളവർ. ഈ 4-ലും പാടുള്ളവരായ എക്സ്, അതിന്റെ കുറഞ്ഞ വാല്യൂയെ നമ്മളോട് ചോദിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഡേറ്റകൾ ഇത്ര ആളുകളുണ്ട് എന്നൊക്കെ പറയേണ്ടി വരും. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും, എടാ ഇത് മറ്റേ വെൻഡൈഗ്രാം ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്. അല്ല, ഇതിനകത്ത് ഒരുപാട് ഡേറ്റകളുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് എന്തായാലും പോകാൻ പറ്റൂല. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിന്റെ എളുപ്പവഴി പറയാം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ പുറകെ പറയും. നിങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിക്കാം. 80% ആളുകൾക്ക് കണ്ണിൽ പാടുണ്ട്. അപ്പൊ കണ്ണിൽ പാടില്ലാത്തവർ 20%. 80% ആളുകൾക്ക് ചെവിയിൽ പാടുണ്ട്. അപ്പൊ ചെവിയിൽ പാടില്ലാത്തവർ 20%. കാര്യം 100%ത്തിൽ 80% ആളുകൾക്ക് കണ്ണി പാടുണ്ട്, 20% കണ്ണി പാടില്ല. 80% ആളുകൾക്ക് ചെവിയിൽ പാടുണ്ട്, അപ്പൊ 20% ചെവിയിൽ പാടില്ല. 75% ആളുകൾക്ക് കയ്യിൽ പാടുണ്ട്. അപ്പൊ 100-ൽ നിന്ന് 75 പോയിട്ട് 25% ആളുകൾക്ക് കയ്യിൽ പാടില്ല. 85% ആളുകൾക്ക് ലെഗിൽ പാടുണ്ട്. അപ്പൊ 100-ൽ 85 പോയിട്ട് 15% ആളുകൾക്ക് ലെഗിൽ പാടില്ല. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് കണ്ണിൽ പാടില്ലാത്തവർ 20%, ഇത് ചെവിയിൽ പാടില്ലാത്തവർ 20%, ഇത് കയ്യിൽ പാടില്ലാത്തവർ 25%, ഇത് കാലിൽ പാടില്ലാത്തവർ 15%. മക്കളെ,
ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾക്ക് 80% എന്ന് കിട്ടും. എന്തുവാ? 80%. എന്താ ഈ 80 ഡിനോട്ട് ചെയ്യുന്നത്? 4 അവയവങ്ങളിലും എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരുടെ മാക്സിമം വാല്യൂ ആണ് 80%. അതായത് കണ്ണിൽ പാടില്ലാത്തവർ, ചെവിയിൽ പാടില്ലാത്തവർ, കയ്യിൽ പാടില്ലാത്തവർ, കാലിൽ പാടില്ലാത്തവർ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 80% കിട്ടും. എന്താ 80 ഡിനോട്ട് ചെയ്യുന്നത്? 4 അവയവങ്ങളിലും പാടില്ലാത്ത, എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരാണ് മാക്സിമം 80%. അപ്പൊ 4ലും പാടുള്ളവരുടെ മിനിമം വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. മുഴുവൻ 100 ആ 100ൽ നിന്ന് 80 പോയിട്ട് 20% 4ലും പാടുള്ളവരുടെ മിനിമം വാല്യൂ. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. വളരെ സിമ്പിൾ ആണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും യോ ഭയങ്കരമായ സാധനമാണ്, പക്ഷെ അങ്ങനൊന്നുമില്ല. ഇത് വളരെ 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 സിമ്പിളാണ്. അപ്പോ സ്വാഭാവികമായും നിങ്ങൾ സംഭവമൊക്കെ എനിക്ക് മനസ്സിലായി ചിന്തിക്കുന്നവര്, പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് എന്താ എന്ന് ആലോചിക്കുന്നവർ ഉണ്ട്. ആ ലോജിക്കും കൂടെ ഞാനൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് മറക്കത്തില്ല. 80% ആളുകൾക്ക് പിള്ളേരെ കണ്ണി പാടുണ്ട്. അപ്പൊ 100ൽ 80% പാടുണ്ടെങ്കിൽ 100ൽ 80 പോയിട്ട് 20% കണ്ണിൽ പാടില്ല. 80% ആളുകൾക്ക് ചെവിയിൽ പാടുണ്ട്. അപ്പൊ 20% ആളുകൾക്ക് ചെവിയിൽ പാടില്ല. 75% ആളുകൾക്ക് കയ്യിൽ പാടുണ്ട്. അപ്പൊ 15% ആളുകൾക്ക് കയ്യിൽ പാടില്ല. 85% ആളുകൾക്ക് കാലിൽ പാടുണ്ട്. 25% ആളുകൾക്ക് കയ്യിൽ പാടില്ല. 100ൽ 75 പോയിട്ട് 85% ആളുകൾക്ക് കാലിൽ പാടുണ്ട്. അപ്പൊ ബാക്കി 15% ആളുകൾക്ക് കാലിൽ പാടില്ല. ഇത് കണ്ണിൽ പാടില്ലാത്തവർ, ചെവിയിൽ പാടില്ലാത്തവർ, കയ്യിൽ പാടില്ലാത്തവർ, കാലിൽ പാടില്ലാത്തവർ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ 80% കിട്ടും. ഇതെന്താ മീൻ ചെയ്യുന്നേ? 4 അവയവങ്ങളിലും എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരുടെ മാക്സിമം വാല്യൂ ആണ് 80%. ഓക്കെ ആണോ? അപ്പൊ ഇത് മനസ്സിലാകാത്ത കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. അതായത് ഈ കണ്ണിൽ പാടില്ലാത്ത 20% പേരിൽ കുറെ പേരെങ്കിലും ചെവിയിൽ പാടില്ലാത്തവരും ഉണ്ടാവുമല്ലോ. ആലോചിച്ച് നോക്ക്. രണ്ടിലും വരുന്നവർ എന്തായാലും ഉണ്ടാവും. ഇനി ചെവിയിൽ പാടില്ലാത്ത കുറേവന്മാരിൽ ഈ കാലിൽ പാടില്ലാത്തവരും വരുമല്ലോ. ഇനി കാലിൽ പാടില്ലാത്ത കുറേവന്മാരിൽ കണ്ണിൽ പാടില്ലാത്തവരും വരുമല്ലോ. ഇനി കണ്ണിൽ പാടില്ലാത്ത കുറേവന്മാരിൽ കാലിലും ചെവിയിലും കയ്യിലും പാടില്ലാത്തവർ വരുമല്ലോ. ഇതിനകത്തെല്ലാം ഓവർടേക്ക് ചെയ്ത് വരാം ഉറപ്പായിട്ടും. ഞാൻ ഇവിടെ എടുത്തത് ഈ കണ്ണിൽ പാടില്ലാത്തവരൊന്നും ഇവിടെ ഇല്ല, ഈ ചെവിയിൽ പാടില്ലാത്തവരൊന്നും വേറെ എവിടെയും ഇല്ല, ഈ കയ്യിൽ പാടില്ലാത്തവരൊന്നും കാലിലില്ല. അതായത് എല്ലാവരെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവരൊന്നും അവിടെയും കയറി വരുന്നില്ല എന്ന രീതിയിൽ എടുത്താൽ എവിടെയും പാടില്ലാത്തവരുടെ അല്ലെങ്കിൽ എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരുടെ മാക്സിമം വാല്യൂ നമുക്ക് എത്ര എന്ന് കിട്ടും? 80. അതായത് എവിടെങ്കിലുമൊക്കെ കണ്ണിലില്ലാത്തവർ 20, ചെവിയിലില്ലാത്തവർ 20, കയ്യിലില്ലാത്തവർ 25, കാലിലില്ലാത്തവർ 15. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരുടെ എക്സാക്ട് വാല്യൂ അല്ല, മാക്സിമം വാല്യൂ 80% എന്ന് നമുക്ക് പറയാം. ഈ 80 എക്സാക്ട് അല്ല, കാര്യം എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവർ അങ്ങേ അറ്റം 80%. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇത് കണ്ണിൽ പാടില്ലാത്തവർ മാത്രമാണ്. അവർ കുറച്ചു പേര് വേണമെങ്കിൽ കയ്യിലും ചെവിയിലും പാടില്ലാത്തവരുടെ അകത്ത് കയറി വരാം. ഇത് ചെവിയിൽ പാടില്ലാത്തവർ മാത്രമാണ്. അവർ വേണമെങ്കിൽ ദണ്ട് ഇതിനകത്തിലും ഒക്കെ കയറി വരാം. ഞാൻ എടുത്തത് ഇവരെല്ലാം സെപ്പറേറ്റ് ആണ്. കണ്ണിൽ പാടില്ലാത്തവരൊന്നും ചെവിയിലില്ല, ചെവിയിലില്ലാത്തവരൊന്നും കാലിലില്ല, കാലിലില്ലാത്തവരൊന്നും കയ്യിലില്ല എന്ന രീതിയിൽ എടുത്താൽ അങ്ങേ അറ്റം മാക്സിമം 80% വരെ എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവർ ആകാം. അപ്പൊ 100ൽ നിന്ന് 80 പോയിട്ട് 20% 4ലും പാടുള്ളവരുടെ ഏറ്റവും കുറഞ്ഞ വാല്യൂ. മിനിമം വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4ലും പാടുള്ളവർ. അപ്പം 4ലും പാടുള്ളവരുടെ ഏറ്റവും 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 കുറഞ്ഞ വാല്യൂ
എന്ന് പറയുന്നത് 20% സെറ്റാണ്. ആലോചിച്ച് നോക്ക്. അപ്പൊ ആ കുറഞ്ഞ വാല്യൂ എടുത്തതിൽ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ട്. ആ ഡൗട്ട് ഞാൻ തീർത്തു തരാം. ഇപ്പൊ 2 പേരുണ്ട്. ഇപ്പം എയും ഉണ്ട് ബിയും ഉണ്ട്. 2 പേര്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, അവരുടെ കയ്യിൽ 5 കോടി ആസ്തി ഉണ്ടെന്നിരിക്കട്ടെ. 2 പേരുടെയും കൂടെ കയ്യിൽ 5 കോടിയുടെ ആസ്തി ഉണ്ട്. ഓക്കെ, 2 പേരുടെയും കയ്യിലാണ്. അപ്പൊ നിങ്ങളോട് ഒരാൾ പറയുക, മാക്സിമം 4 കോടി വരെ എയുടെ കയ്യിൽ വരാം. മാക്സിമം 4 കോടി വരെ എയുടെ കയ്യിൽ വരാം. അപ്പൊ ബിയുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞത് 1 കോടി ഉണ്ടാവും. ആലോചിച്ച് നോക്ക്. കാര്യം 2 പേരുടെയും കയ്യിൽ 5 കോടിയാണുള്ളത്. ആണേ, നമുക്കറിയാവുന്ന ഒരു സാധനം, ഉറപ്പൊന്നുമില്ല, അങ്ങേയറ്റം 4 കോടി വരെ എക്ക് വരാം. അങ്ങേയറ്റം 4 കോടി. അപ്പൊ ബിക്ക് മിനിമം 1 കോടിയെങ്കിലും വരണം. കാര്യം ഇവന് 4 കോടി അങ്ങേയറ്റം വരും. അപ്പൊ മിനിമം ഇവന് 1 കോടിയെങ്കിലും വരണം. മനസ്സിലായോ? ആ സെയിം പരിപാടിയാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. ആലോചിച്ച് നോക്ക്. 4ലും എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവർ അങ്ങേയറ്റം 80% വരാം. 80% എവിടെങ്കിലുമൊക്കെ 4 അവയവങ്ങളിലും എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരായിട്ട് 80% വരെ വരാം. മാക്സിമം എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവർ 80%. മൊത്തം 100 ആ 100ൽ എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവർ 80% വരെ മാക്സിമം വരാം. അപ്പൊ 100ൽ നിന്ന് 80 പോയിട്ട് 20% പേരാണ് 4ലും പാടുള്ളവരുടെ മിനിമം വാല്യൂ. മാക്സിമം ഇത് 80, എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവർ 80. അപ്പോൾ എല്ലായിടത്തും പാടുള്ളവരുടെ മിനിമം വാല്യൂ 100ൽ നിന്ന് 80 പോയിട്ട് 20. ഓക്കെ, അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ പറയുന്നു. നിങ്ങൾ ഒന്നും ആലോചിച്ചില്ലെങ്കിൽ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. 80% കണ്ണിൽ പാടുണ്ട്. അപ്പൊ കണ്ണിൽ പാടില്ലാത്തവർ 20. 80% ചെവിയിൽ പാടുണ്ട്. ചെവിയിൽ പാടില്ലാത്തവർ 20. കയ്യിൽ പാടില്ലാത്തവർ 75. കയ്യിൽ പാടുള്ളവർ 75, പാടില്ലാത്തവർ 25. കാലിൽ പാടുള്ളവർ 85, പാടില്ലാത്തവർ 15. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ നമുക്ക് പറയാം 80%. എന്താ ഈ 80 മീൻ ചെയ്യുന്നേ? ഇതെല്ലാം പാടില്ലാത്തവരാ. എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരെ അങ്ങേയറ്റം നോക്കിയാൽ എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരുടെ മാക്സിമം വാല്യൂ 80. അപ്പൊ 100ൽ നിന്ന് 80 പോയിട്ട് 4ലും പാടുള്ളവരുടെ മിനിമം വാല്യൂ മക്കളെ 20%. സെറ്റാണ് മുമ്പോട്ട് പോകുക. 2022 ഡിഗ്രി മെയിൻസിന് വന്ന ഒരു ചോദ്യമാണ്. എ സ്കൂൾ ടീം വോൺ 6 games ദിസ് ഇയർ എഗൻസ്റ്റ് 4 games വോൺ ലാസ്റ്റ് ഇയർ. ആ ഗെയിംസ് എന്ന് എഴുതേണ്ട അത് ഞാനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയായിരുന്നു. അതുകൊണ്ട് അത് തിരുത്തി എഴുതിയേക്കുന്നത്. അതായത് ഒരു സ്കൂൾ ടീം ഈ വർഷം 6 ഗെയിം ജയിച്ചു. കഴിഞ്ഞ വർഷം 4 ഗെയിമേ ജയിച്ചുള്ളൂ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ്? അങ്ങനെയാണെങ്കിൽ ശതമാന വർധനവ് എത്രയാണ് എന്നതാണ് ചോദ്യം. ഒന്നുകൂടെ പറയുന്നു. ഒരു സ്കൂൾ ടീം കഴിഞ്ഞ വർഷം 4 ഗെയിം ജയിച്ചു. ഈ വർഷം 6 ഗെയിം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലവണ്ണം മക്കളെ. കഴിഞ്ഞ വർഷം സ്കൂൾ ടീം 4 ഗെയിം, ഈ വർഷം 6 ഗെയിം. കഴിഞ്ഞ വർഷം 4 ഗെയിം, ഈ വർഷം 6 ഗെയിം. നിങ്ങളോട് എപ്പോഴെങ്കിലും പെർസെൻറ്റേജ് ഡിക്രീസ് എത്ര അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്ര എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങളോട് പെർസെൻറ്റേജ് ഇൻക്രീസാ ചോദിച്ചത്. അപ്പൊ എത്രത്തോളം ഇൻക്രീസ് ഉണ്ട് എന്ന് നോക്കണം. കഴിഞ്ഞ വർഷം 4, ഈ വർഷം 6. അപ്പൊ ഇൻക്രീസ് എന്ന് പറയുന്നത് 2 ബൈ എവിടെ നിന്നാണോ ഇൻക്രീസ് ആയത് അത് അടിയിൽ കൊടുക്കണം. പല ആളുകളുടെയും ഡൗട്ടാണ് 4 ആണോ 6 ആണോ അടിയിൽ വരിക. മക്കളെ, എവിടെ നിന്നാണോ ഇൻക്രീസ് ആവുന്നത് അത് വേണം അടിയിൽ കൊടുക്കാൻ. അല്ല, എവിടെ നിന്നാണോ ഡിക്രീസ് ആവുന്നത് അത് വേണം അടിയിൽ കൊടുക്കാൻ. എപ്പോഴും കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ വിലയുമായിട്ടാ. അല്ല, എപ്പോഴും കമ്പയർ ചെയ്യുന്ന എവിടുന്ന് കൂടിയോ ആ വിലയുമായിട്ടാ, എവിടുന്ന് കുറഞ്ഞോ ആ വിലയുമായിട്ടാ. അപ്പോ എവിടെ നിന്നാ ഇൻക്രീസ് ആയത്? 4ൽ നിന്ന് ഇൻറ്റു 100. അപ്പൊ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ എത്രത്തോളം ഇൻക്രീസ് ആയി? 2 ഗെയിം. എവിടെ നിന്ന് ഇൻക്രീസ് ആയി? 4ൽ നിന്ന് ഇൻറ്റു 100. നമുക്കെല്ലാവർക്കും അറിയാം 2ഉം 4ഉം വെട്ടുമ്പോൾ 1 2 2, 2 2 4. 100/2. നമ്മുടെ ഉത്തരം 50%. ഒന്നുകൂടെ പറയുന്നു. കഴിഞ്ഞ വർഷം കുഞ്ഞുങ്ങളെ 4 ഗെയിം ആയിരുന്നു ജയിച്ചത്.
ഈ വർഷം 6 ഗെയിം. സ്കൂൾ ടീം വോൺ 6 ഗെയിം ദിസ് ഇയർ അഗൈൻസ്റ്റ് 4 ഗെയിം. കഴിഞ്ഞ വർഷം 4, ഈ വർഷം 6. അപ്പൊ എത്രത്തോളം ഇൻക്രീസ് ആയി? 2. എവിടെ നിന്ന് ഇൻക്രീസ് ആയി? 4-ൽ നിന്ന്. 6 കൊടുക്കരുത്. എത്ര ഇൻക്രീസ് ഉണ്ടായി, എത്ര ഡിക്രീസ് ഉണ്ടായി എന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യുന്നോ അത്, എവിടെ നിന്ന് ഡിക്രീസ് ചെയ്യുന്നോ അത് ഇൻറ്റു 100. 1 2 2 2 4. 100നെ 2 കൊണ്ട് ഭരിച്ച് നമ്മുടെ ഉത്തരം പക്കാ ക്ലിയർ ആണ്. 50% സെറ്റാണ്. മുമ്പോട്ട് പോവാം. അടുത്ത ചോദ്യം 2022 ഡിഗ്രി മെയിൻസിൽ വന്ന മറ്റൊരു ചോദ്യം. ദ നമ്പർ ഓഫ് illiterate persons in a country decreased from 15 million to 50 lakh in 8 years. What is the percentage of decrease? അതായത് ഒരു കൺട്രിയിലെ, ഒരു രാജ്യത്തെ നിരക്ഷരരുടെ എണ്ണം 15 മില്യണിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് കുറഞ്ഞു 8 വർഷം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഡിക്രീസ് ഉണ്ടായി? ഡിക്രീസിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരെണ്ണം മില്യണിലും ഒരെണ്ണം ലാക്കിലുമാണ്. ഓക്കെ, ഒരെണ്ണം മില്യണിലും ഒരെണ്ണം ലാക്കിലും. നമുക്കിത് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് പൂജ്യമൊക്കെ എഴുതാം, നമുക്ക് അവസാനം വട്ടായി പോകും. അപ്പോ നമ്മൾ ഇത് കംപ്ലീറ്റ് ഒന്നുകിൽ മില്യണിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ലാക്കിലേക്ക് മാറ്റണം. ഏതാ നല്ലത്? മില്യണും ഉണ്ട്, ലാക്കും ഉണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു സാധനം ചെറിയ യൂണിറ്റിൽ ചെയ്യുന്നതാണ് ഒരു PSC അപ്രോച്ചിൽ എല്ലാവർക്കും നല്ലത്. മക്കളെ, 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗ്രാമും കിലോഗ്രാമും എപ്പോഴും ഗ്രാമിൽ ഇടുന്ന നല്ലത്. ഇനി ലിറ്ററും മില്ലി ലിറ്ററും എപ്പോഴും ലിറ്ററിനേക്കാളും മില്ലി ലിറ്ററിൽ ഇടുന്ന നല്ലത്. ഇനി ഗ്രാമും കിലോയും ഗ്രാമിൽ ഇടുന്ന നല്ലത്. സെക്കൻഡും അവറും സെക്കൻഡിൽ ഇടുന്ന നല്ലത്. കാര്യം ചെറിയ യൂണിറ്റിൽ ഇട്ടാൽ ഇത് പോയിന്റ് ആവത്തില്ല, അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് ആവും, ആൻസർ കിട്ടും, പക്ഷെ നമ്മളൊക്കെ ചെയ്തു വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പൊ ഇവിടെ ഒരെണ്ണം 15 മില്യണിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. അപ്പൊ നിങ്ങൾ 8 വർഷം കൊണ്ട്, ആ വർഷത്തിലൊന്നും കാര്യമില്ല, വെറുതെ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് അവരൊരു വർഷം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് എന്തു ചെയ്യുക? ലക്ഷത്തിലേക്ക് കൊണ്ടുവരാം. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ 15 മില്യൺ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം 150 ലക്ഷമാണ്. 150 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. ഈ കൺവേർഷൻ ആദ്യമേ അങ്ങ് പഠിക്കുക. ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. മറ്റേ ഈ യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുക എന്ന് പറയുന്നത് 1 മില്യനാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുക. 1 മില്യൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 10 ലക്ഷമാണ്. 10 ലക്ഷം വരുമ്പോഴാണ് 1 മില്യൺ ആവുന്നത്. 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂ 1 മില്യനായി. 1 മില്യൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റേ ഗോൾഡൻ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടൂ. അതേപോലെ തന്നെയാണ് 1M എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പൊ ഇവിടെ 15 മില്യൺ, 1 മില്യൺ 10 ലക്ഷം. അപ്പൊ 15 മില്യൺ എന്ന് പറഞ്ഞാൽ 15 ഗുണം 10 150 ലക്ഷം. അപ്പൊ 150 ലക്ഷത്തിൽ നിന്നാണ് 50 ലക്ഷത്തിലേക്ക് നിരക്ഷരരുടെ എണ്ണം കുറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ എത്രത്തോളം കുറഞ്ഞു എന്ന് കാണാൻ, കുറഞ്ഞത് എത്ര? 100 ലക്ഷം കുറഞ്ഞു. ഓക്കെ, എവിടെ നിന്ന് കുറഞ്ഞു? 150ൽ നിന്ന് ഇൻറ്റു 100. ഒന്നുകൂടെ, 150ൽ നിന്ന് 150 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. അപ്പൊ എത്രത്തോളം കുറഞ്ഞു? 100 ലക്ഷം കുറഞ്ഞു. എവിടെ നിന്ന് കുറഞ്ഞു? 150 ലക്ഷത്തിൽ നിന്ന്. ഇതിനെ ശതമാനമാക്കാൻ ഇൻറ്റു 100. ഒന്നുകൂടെ, 150 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. അപ്പൊ എത്ര കുറഞ്ഞു? 100 ലക്ഷം കുറഞ്ഞു. എവിടെ നിന്ന് കുറഞ്ഞു? 150 ലക്ഷത്തിൽ നിന്ന് കുറഞ്ഞു. ഇതിനെ ശതമാനമാക്കാൻ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇൻറ്റു 100. ഓക്കെ ആണ്. ഈ പൂജ്യവും ഈ പൂജ്യത്തോടെ പോയി.
ഇനി വെട്ടാനായിട്ടൊന്നുമില്ല. 10ഉം 15ഉം നമുക്ക് 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടിയാൽ ഇത് 2ഉം ഇത് 3ഉം ആവും. 2 ഗുണം 100 200 200നെ 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 3 6 18, ബാക്കി 2 0, 3 6 18, ബാക്കി 2. അപ്പൊ മെയിൻ ആൻസർ 66. ഇഷ്ടമായ 2 മുകളില് ഹരിച്ച സാധനമായ 3 താഴെ. അപ്പൊ നമ്മുടെ ഉത്തരം 66 2/3% ആണ്. ഒന്നുകൂടെ പറയുന്നു, മെയിൻ ആൻസർ കുഞ്ഞുങ്ങളെ 66. ശിഷ്ടമായ 2 മുകളില് ഹരിച്ച സാധനമായ 3 താഴെ. അപ്പൊ നമ്മുടെ ഉത്തരം 66 2/3%. മെയിൻ ആൻസർ 66 സെപ്പറേറ്റ് എഴുതി. ഇഷ്ടം 2 മുകളില് ഹരിച്ച സാധനമായ 3 താഴെ, 66 2/3%. ഓക്കെ. അപ്പോ ഇത് ചെയ്തത് ഒന്നുകൂടെ പറയുന്നു. 8 കൊല്ലം കൊണ്ട് ഒരു കൺട്രിയുടെ അല്ലെ ഒരു കൺട്രിയിലെ നിരക്ഷരരുടെ എണ്ണം 15 മില്യണിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. ഒന്നുകിൽ നമുക്ക് 15 മില്യണ് 000 ചേർത്ത് എഴുതാം, 50 ലക്ഷത്തിന് 000 ചേർത്ത് എഴുതാം. ചെയ്തു വരുമ്പോഴത്തേക്കിന് PSC പരീക്ഷ കഴിയും. അപ്പോൾ 1 മില്യണും 1 ലക്ഷവുമാണ്. മില്യനും ലക്ഷവും വരുമ്പോൾ ചെറിയ വാല്യൂ ലക്ഷമാണ്. നമുക്ക് അതിനേക്ക് മുഴുവനും മാറ്റാം. അല്ലാതെ ഒരിടത്ത് ലക്ഷം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, വണ്ണം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പൊ 15 മില്യൺ എന്ന് പറഞ്ഞാൽ 15 ഗുണം 10 150. 150 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൂപ്പുകുത്തി. അപ്പൊ എത്രത്തോളം കുറഞ്ഞു? നിങ്ങളോട് ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് ഇൻക്രീസ് എത്ര, പെർസെൻറ്റേജ് ഡിക്രീസ് എത്ര എന്ന് കാണാം. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇവര് തമ്മിലുള്ള വ്യത്യാസം 100. എവിടെ നിന്ന് കുറഞ്ഞു? 150ൽ നിന്ന് ഇൻറ്റു 100. ഇത് വെട്ടി 15ഉം 10ഉം 5 കൊണ്ട് വെട്ടുമ്പോൾ ഇത് 2 ഇത് 3. 2 ഗുണം 100 200. 200നെ 3 കൊണ്ട് ഹരിച്ചു നോക്കൂ. 66 2/3% ആണ് നമ്മുടെ ഉത്തരമായി വരിക. 66 2/3%. ഓപ്ഷൻ സി സെറ്റാണ്. മുമ്പോട്ട് വാ. അപ്പൊ കുഞ്ഞുങ്ങളെ, ഇതുപോലെ ഒരു 2 ചോദ്യം കൂടെ ഞാൻ പെട്ടെന്ന് എഴുതട്ടെ. നേരത്തെ ചെറിയ പരീക്ഷകളിൽ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം 2000 ആയിരുന്ന വില ഈ വർഷം 2500 ആയി. വില വർധനവിന്റെ ശതമാനം. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ്. എത്രത്തോളം വർദ്ധിച്ചു? 500. എവിടെ നിന്ന് വർദ്ധിച്ചു? 2000ൽ നിന്ന് ഇൻറ്റു 100. ഇത് പോയി 5ഉം 2000 കൂടെ 20 കൂടെ വെട്ടുമ്പോൾ 4 വരും. മേളിൽ 5, താഴെ 20നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 4. 100നെ 4 കൊണ്ട് ഹരിച്ചു. നമ്മുടെ ഉത്തരം 25%. ഒന്നുകൂടെ ഈ 0 പോയി. 5ഉം 20ഉം നമുക്ക് 5 കൊണ്ട് വെട്ടിയാൽ 5 കൊണ്ട് ഹരിച്ചാൽ മേളിൽ 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 20നെ 5 കൊണ്ട് ഹരിച്ചാൽ 4. 100/4 വരും. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25%. 4 കൊണ്ട് ഹരിക്കാൻ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. അങ്ങനെ വേണേലും കണക്ട് ചെയ്യാം. 100ന്റെ പകുതി 50, 50ന്റെ പകുതി 25. ഓക്കെ. അപ്പൊ എത്രത്തോളം പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി എന്ന് ചോദിച്ചാൽ 25%. ഇനി വേറൊരുദാഹരണം കൂടെ. കഴിഞ്ഞ വർഷം 80 ആയിരുന്ന വില ഈ വർഷം 64 ആയി. വിലക്കുറവിന്റെ ശതമാനം എത്ര? ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഡിക്രീസ്. എത്ര കുറഞ്ഞു? 16 കുറഞ്ഞു. 64 അടിയിൽ കൊടുക്കാൻ തോന്നും, കൊടുക്കരുത്. എവിടെ നിന്നാണോ കുറയുന്നത് അതിനെ ബേസ് ചെയ്ത്, എവിടെ നിന്നാണോ കൂടേണ്ടത് അതിനെ ബേസ് ചെയ്ത്. ഇപ്പൊ 80 കുറഞ്ഞത് ഇൻറ്റു 100. ഇത് പോയി. 1 ഈ 2 16. 2 ഗുണം 10 നമ്മുടെ ഉത്തരം 20%. അപ്പോ ഒന്നും കൂടെ പറയുന്നു, പെർസെൻറ്റേജ് ഇൻക്രീസ് എന്നോ പെർസെൻറ്റേജ് ഡിക്രീസ് എന്നോ കണ്ടാൽ എവിടെ നിന്നാണോ കുറയുന്നത് അത് വേണം അടിയിൽ കൊടുക്കാൻ. എവിടെ നിന്നാണോ കൂടുന്നത് ആദ്യത്തെ വാല്യൂ, ആദ്യമുണ്ടായ വാല്യൂ വേണം അടിയിൽ എപ്പോഴും കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമാണ്, വ്യക്തമാണ് എന്ന് കരുതുന്നു. അപ്പോൾ ഒരു ക്ലാസ്സും കൂടെ പെർസെൻറ്റേജിന് ബാക്കിയുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ അത് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതും കൂടെ ആകുമ്പോഴത്തേക്കിന് PSC 2 ഘട്ടമാക്കിയതിന് ശേഷം വന്ന എല്ലാ പെർസെൻറ്റേജുമായി ബേസ് ചെയ്തിട്ട് പ്രിലിംസ് പരീക്ഷയ്ക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് വന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു മാറിയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ വർക്കൗട്ട് ചോദ്യങ്ങളൂടെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി സെറ്റ് ആവും. എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്.